പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ. പറയാം യേശുവിനെ കർത്താതി കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ. പറയാം യേശുവിനെ കർത്താതി കർത്താവിനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ. സേവിച്ചിടാം യേശുവിനെ എന്നുമെന്നും അനന്യനെ. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ. സേവിച്ചിടാം യേശുവിനെ എന്നുമെന്നും അനന്യനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ഘോഷിച്ചിടാം യേശുവിനെ സത്യ സുവിശേഷത്തെ. നോക്കിപ്പായാം യേശുവിനെ വീണ്ടും വരുന്നവനെ. ഘോഷിച്ചിടാം യേശുവിനെ സത്യ സുവിശേഷത്തെ. നോക്കിപ്പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം.
അതിശയനാമം ഏഴയനിക്കുമ്പനാമോ ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കുമ്പനാമോ പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടി തന്ന പാവനമ പുണ്യനാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടി തന്ന പാവനമ പുണ്യനാമം ശ്രീയേശുനാമം അതിശയനാമം വേളേനിക്കുമ്പനാമോ ശ്രീയേശുനാമം അതിശയനാമം വേളേനിക്കുമ്പനാമോ എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി വായിച്ചു തന്ന ഉന്നതന്റെ വന്യനാമം അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി വായിച്ചു തന്ന ഉന്നതന്റെ വന്യനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കുമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കുമ്പനാമം വനഭൂമിയേവം പാതാളമൊരുപോൽ വാറ്റി വണങ്ങുന്നാമം വനഭൂമിയേവം പാതാളമൊരുപോൽ വാറ്റി വണങ്ങുന്നാമം വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തിലും ആയുധം വെപ്പിച്ച നാമം വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തിലും ആയുധം വെപ്പിച്ച നാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കുമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കുമ്പനാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാട്ടും നാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാട്ടും നാമം എല്ലാ മുഴങ്ങാലും മടങ്ങിടും വരും വല്ലഭമുള്ള നാമം എല്ലാ മുഴങ്ങാലും മടങ്ങിടും വരും വല്ലഭമുള്ള നാമം ശ്രീയേശുനാമം അതിശയനാമം ശ്രീയേശുനാമം അതിശയനാമം പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടി തന്ന പാവനമ പുണ്യനാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടി തന്ന പാവനമ പുണ്യനാമം ശ്രീയേശുനാമം അതിശയനാമം ശ്രീയേശുനാമം അതിശയനാമം ശ്രീയേശുനാമം അതിശയനാമം ശ്രീയേശുനാമം അതിശയനാമം യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി
ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാം. സാധാന്യ ശക്തികളെ തകർത്തിടുവാൻ എഴുന്നള്ളും യേശു രാജാവാൻ. കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാം. സാധാന്യ ശക്തികളെ തകർത്തിടുവാൻ യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. സമയം നമ്മൾ ദൈവജനത്തിന് ശ്രവിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ ദാസൻ്റെ പേര് അജീഷ് ജോർജ് എന്നാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2011 മുതൽ ഉള്ള നമുക്ക് പരിചയമാണ്. ഞാൻ എപ്പോഴും ആ ഒരു അധ്യാപകൻ്റെ സ്ഥാനത്തിലാണ് കർത്താവിൻ്റെ ദാസനെ കാണുന്നത്. കാരണം എൻ്റെ ആ ഇനിഷ്യൽ ഫ്യൂ ഇയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു വർഷങ്ങളിൽ എന്നെ ഒത്തിരിയും സ്വാധീനിച്ചൊരു ദൈവദാസനാണ്. സത്യം പറഞ്ഞാൽ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വീട്ടിൽ കുറച്ച് ശകലം നേരിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ ബൈബിൾ കോളേജിൽ പോയി നീ അവിടെ പോയി സേഫായിട്ടിരിക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞു വിടുന്നതാണ്. എന്നെ ഇങ്ങനെ തള്ളി വിടുമായിരുന്നു. അപ്പോൾ ഞാൻ പോലും എൻ്റെ പോലും പെർമിഷൻ ഇല്ലാതെ ആപ്ലിക്കേഷനൊക്കെ അയച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ബാഗൊക്കെ റെഡിയാക്കി വെച്ചു. അങ്ങനെ എന്നെ പറഞ്ഞയക്കുക. പക്ഷേ ഞാൻ ബൈബിൾ കോളേജിൽ പോയതിനു ശേഷം എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു, ഡിപ്ലോമയോ BTHോ എന്തെങ്കിലും പഠിച്ചിട്ട് നീ തിരിച്ചു വാ, എന്നിട്ട് സെക്കുലർ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ബൈബിൾ കോളേജിൽ ചെന്നതിന് ശേഷമാണ് ദൈവത്തിൻ്റെ വിളി ഞാൻ മനസ്സിലാക്കുന്നതും ആ ഒരു പിന്നെ ഞാൻ പിന്മാറിയില്ല. എന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞു പിന്നെ ഓക്കെ BTH കഴിഞ്ഞിട്ട് നിനക്ക് വേണ്ടി തിരിച്ചു വരാം. പിന്നെ ഞാൻ ഒരിക്കലും എന്ന് പറഞ്ഞാൽ BTH പഠിച്ചത് അതായത് ആദ്യത്തെ വർഷം തീരുന്നതിന് മുന്നേ തന്നെ എനിക്ക് മനസ്സിലായി ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ അതിനൊക്കെ ആ ഒരു നിലയിൽ ദൈവവിളി മനസ്സിലാക്കുവാനായിട്ട് എന്നെ സഹായിച്ച ദൈവദാസന്മാരിൽ ഒരാളാണ്. പിന്നെ നമ്മളവിടെ മിഷൻ ചാപ്പൽ എന്ന് പറയുന്ന ഒരു ചാപ്പലുണ്ട്. ആ ചാപ്പൽ ഭയങ്കര പ്രയോജനമുള്ള ഒരു സെഷനാണത്. എന്ന് പറഞ്ഞാൽ ഫീൽഡിൽ ഒത്തിരി വർഷം എക്സ്പീരിയൻസ് ഉള്ള ദൈവദാസന്മാർ വന്ന് അവരുടെ അനുഭവങ്ങൾ പറയുകയും ദൈവവചനത്തിൽ സംസാരിക്കുന്നു. അതൊക്കെ ഒരുപാട് സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അപ്പം അതിനെയൊക്കെ ഓർത്ത് ആ ദിവസങ്ങൾ ഞാൻ ഓർക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാനിങ്ങനെ ഈ കാര്യങ്ങൾ ഓർത്തപ്പോൾ അതൊക്കെ ഞാൻ ഓർത്തു. കർത്താവിനെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബൈബിൾ കോളേജിൽ ഇപ്പോൾ ഉള്ളതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും
ഏറ്റവും അതിൻ്റെ ഒരു അടിസ്ഥാന ഭാഗമാണ് കർത്താവിൻ്റെ ദാസൻ. ആ നിലയിൽ ദൈവം ഈ നാളുകളിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേക സ്റ്റുഡൻസിനെയും ദൈവവേലയ്ക്ക് അവരെ പ്രയോജനമുള്ളതാക്കി തീർക്കുവാൻ, അവർക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കുവാൻ കർത്താവിൻ്റെ ദാസൻ്റെ ജീവിത ശൈലിയെയും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. വളരെ കഠിനാധ്വാനം ചെയ്യുന്ന, ദൈവവചനം പഠിക്കുവാനും പ്രസംഗിക്കുവാനും നല്ല ഡിസിപ്ലിൻഡായിട്ട് ജീവിക്കാനായിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു മാതൃകയുള്ള ഒരു ദൈവദാസനാണ്. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുവാൻ കർത്താവ് സഹായിക്കുന്ന കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് അവർ പ്രിവിലേജ് ദാറ്റ് ഹി ഈസ് ഹിയർ വിത്ത് അസ്. വളരെ ഞാൻ ബഹുമാനിക്കുന്ന ഒരു ദൈവദാസനാണ്. ഇപ്പോൾ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും തുടർന്നുള്ള സമയം ദൈവവചനം സംസാരിക്കുവാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഈ ആരാധനാലയത്തിൽ കൂടിയിരിക്കുന്ന നിങ്ങൾക്കും ഈ ഓൺലൈനായിട്ട് പങ്കെടുക്കുന്ന നിങ്ങൾക്കും പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ പാസ്റ്റർ അജിത്ത് ആൻഡ് ഫാമിലി, നിങ്ങൾക്കെല്ലാം യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ വന്ദനം. ഈ ആരാധനയിൽ ഇന്നിങ്ങനെ പങ്കെടുക്കുന്നത് വളരെ സന്തോഷമാണ്. അജിത്തിന് ഉള്ള സന്തോഷത്തേക്കാൾ കൂടുതൽ എനിക്ക് സന്തോഷമുണ്ടെന്നുള്ളതാണ്. കാരണം നമ്മൾ പഠിപ്പിച്ച് വിട്ട അല്ലെങ്കിൽ അവിടെ പഠിച്ചിറങ്ങിയ ആളുകൾ എങ്ങനെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു, പ്രത്യേകിച്ച് അവരെത്ര തീഷ്ണതയോടെ നിൽക്കുന്നു എന്ന് കാണുന്നതും അവരെ ദൈവം എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതുമാണ് നമുക്ക് കിട്ടുന്ന പ്രതിഫലം. എൻ്റെ ബൈബിൾ കോളേജ് അധ്യാപന ശുശ്രൂഷയുടെ ആരംഭഘട്ടവും അജിത്തിൻ്റെ പഠനത്തിൻ്റെ ആരംഭഘട്ടവുമാണ് ആ 2011 സമയങ്ങൾ എന്നുള്ളത്. അത് എനിക്കും അവർക്കും ഒരുപോലെ കഠിനമായിരുന്നു. പക്ഷേ അത് പിന്നീട് അത് ഒരുപോലെ പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. അതിങ്ങനെ മിഷൻ ഫീൽഡുകളിൽ വന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ സന്തോഷകരം. ഞാൻ അജിത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ബഹുമാനമുണ്ട്, ഫാസ്റ്റർ അജിത്ത് തന്നെയാണ്. ഫാസ്റ്റർ അജിത്ത് അവിടെ ഒരു നീണ്ട കാലഘട്ടത്തിൽ പഠനം നടത്തി. അവിടെ കുമ്പനാട് ഒരു ബേസായിരുന്നു. അതിനുശേഷം താൻ പഠിച്ചു, ഹയർ സ്റ്റഡീസ് നടത്തി, നല്ലൊരു കുടുംബജീവിതം കൊടുത്തു. സ്നേഹ കുഞ്ഞ്, അവരെ ഓർത്ത് സ്തോത്രം. അജിത്തിനോട് കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് പല സ്ഥലങ്ങളിലും മീറ്റ് ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ ഇടയായിട്ടുണ്ട്. ഡൽഹിയിൽ വന്നപ്പോൾ ഞാൻ ഒരു ചെറിയ മിഷൻ ട്രിപ്പിലാണ്, അവധി സമയങ്ങളിൽ യാത്ര ചെയ്യാറുണ്ട്. എൻ്റെ കൂടെ കുറച്ച് സ്റ്റുഡൻസും ഉണ്ട്. അവർ മെഹ്റോളിൽ മറ്റൊരു ചർച്ചിലാണ്. അപ്പോൾ ഞാൻ വെറുതെ ഒരു മെസ്സേജ് ഇട്ട്, ഞാൻ പ്രസംഗിക്കാനായിട്ട് പോകുന്ന ഒരാളൊന്നുമല്ല. അപ്പം ഇന്ന് വന്നതിൻ്റെ ഉദ്ദേശം പ്രസംഗിക്കുക എന്നുള്ളതല്ല, പിന്നെ പ്രസംഗിക്കുക എന്നത് നിവൃത്തികേടാണ്. അതുകൊണ്ട് പ്രസംഗിക്കുന്നു മാത്രമേ ഉള്ളൂ. പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരോട് കൂടിയുള്ള കൂട്ടായ്മ, ഈ ചർച്ചിൽ വന്ന നിങ്ങളെ കാണുന്നതും പരിചയപ്പെടുന്നതും ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്നതാണ് ഏറ്റവും സന്തോഷം. നിങ്ങളോട് കുറേ വചന ഉപദേശം പറയുന്നതിനേക്കാൾ പിന്നെ വചനം നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാമെന്ന് മാത്രം. അപ്പോൾ എൻ്റെ പ്രാർത്ഥന ഈ ശുശ്രൂഷയിൽ, ബൈബിൾ കോളേജിലെ അധ്യാപന ശുശ്രൂഷയിലും സഭയിലെ ശുശ്രൂഷയിലും അവരിലൂടെ അനേകർ യേശുവിലേക്ക് വരട്ടെ, അനേകർ യേശുവിന് വേണ്ടി സാക്ഷ്യം പറയാൻ ഒരുക്കപ്പെടട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. എന്നോട് കാണിച്ച വലിയ സ്നേഹത്തിനും വളരെ ഊഷ്മളമായ സ്വീകരണത്തിനും വളരെ നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയ ശിഷ്യന്മാരിൽ ഒരാളാണ് അജിത്ത് എന്ന് പറയുന്നതിന് സന്തോഷമുണ്ട്. നമുക്ക് ഒരു വർഷം ഏകദേശം 80-90 പേര് പഠിച്ചിറങ്ങാറുണ്ട്. എല്ലാവരെയും ഓർത്തിരിക്കാറില്ല, എല്ലാവരുമായി ബന്ധം സൂക്ഷിക്കാൻ കഴിയാറുമില്ല. എന്നാൽ ചിലരോട് ബന്ധം സൂക്ഷിക്കാറുണ്ട്. അതൊരു ഫേവറിറ്റിസം അല്ല, എന്നാൽ ചിലരോട് ഇച്ചിരി കൂടുതൽ അടുപ്പം തോന്നാറുണ്ട്. അതിലൊരാളാണ് അജിത്ത്. അങ്ങനെ അജിത്തിനോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബന്ധം സൂക്ഷിക്കാൻ, ഞങ്ങൾ കണ്ടുമുട്ടാൻ ഇടയാറുണ്ട്. അടുത്തിടയ്ക്ക് ഞങ്ങൾ ബാംഗ്ലൂർ വെച്ച് കണ്ടു. അപ്പം അവിടെ അഭിമാനം തോന്നിയ സമയമാണ്. അവിടെ അക്കാഡമിക് ഡീൻസിൻ്റെ സെമിനാറാണ് ബാംഗ്ലൂർ. അപ്പം ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഞാനാണ് അതിന് പങ്കെടുത്തത്. അപ്പം പുറകിൽ നിന്ന് ഒരാൾ വിളിക്കുന്നു, തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ വരുന്നു പെട്ടിയൊക്കെ ആയിട്ട്. അപ്പം ഇവിടെ ഹാർവസ്റ്റ് ബൈബിൾ കോളേജിൽ നിന്ന് രജിസ്ട്രാറാണ് എന്നൊക്കെ കേട്ടപ്പോൾ ഇതിൽ കൂടുതൽ നമുക്ക് എന്തോ സന്തോഷം. അപ്പം അതൊക്കെ ഓർത്ത് ഞാൻ അവിടെ ചെന്ന് കോളേജിൽ ചെന്ന് റിപ്പോർട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ ഡിപ്ലോമയിൽ 2011 ഡിപ്ലോമയിൽ പഠിക്കാൻ വന്ന ആ അജിത്തിൻ്റെ പിക്ചർ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതിനുശേഷം എത്ര വർഷമായി, 10-14 വർഷം കഴിഞ്ഞ് ഒരു സ്ഥാപനത്തിൻ്റെ ലീഡർഷിപ്പിലുള്ള ഒരു വ്യക്തിയായിട്ട് വരുന്ന കൂടി ഇരുന്ന് നമ്മൾ സെമിനാറിൽ പങ്കെടുത്തപ്പം ആ കാലഘട്ടങ്ങൾ കൊണ്ടുണ്ടായ മാറ്റം, അങ്ങനെയാണ് ദൈവം നമ്മളെ എക്യുപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് വളരെ സന്തോഷം. നമുക്ക് ഇപ്പോൾ നമ്മൾ അധ്യാപകരും വിദ്യാർത്ഥിയല്ല, നമ്മൾ സഹപ്രവർത്തകരാണ്. അപ്പം നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷയിലും മുന്നേറാം. ഈ പ്രവർത്തനങ്ങൾ ദൈവം വർദ്ധിപ്പിക്കട്ടെ. തുടർന്നുള്ള വചന ധ്യാനത്തിനു വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിലേക്കാണ്. 4-ാം അധ്യായത്തിലെ 12-13 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിനോട് ബന്ധപ്പെട്ട മറ്റു വാക്യങ്ങളുണ്ട്, അത് പിന്നീട് പരിശോധിക്കാം.
അടുത്ത വാക്യം. മതി. മതി. താങ്ക് യു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ ഞായറാഴ്ച ലോകമെമ്പാടുമുള്ള ക്രിസ്തു വിശ്വാസികൾ കർത്താവിൻ്റെ ഉയർപ്പിനെ ഓർക്കുകയും പലരും അതിനെ വ്യത്യസ്തമായി ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ ഒരു സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ഉയർത്തെഴുന്നേറ്റ ഇന്നും ജീവിക്കുന്ന നിസ്തുലനായ അങ്ങയുടെ വചനം ധ്യാനിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയോട് അടുക്കുവാൻ അത് കാരണമാക്കണമേ. ഞങ്ങൾ സങ്കീർത്തനത്തിലൂടെ കേട്ട പ്രകാരം ഈ വചന കേൾവിയും അങ്ങയെ മാത്രം ഞങ്ങളുടെ മുമ്പിൽ വെക്കുന്നവരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ വിവേചിക്കണമേ. ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ഞങ്ങളെ ഉപദേശിക്കുന്ന, ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന, ഞങ്ങളെ ശക്തീകരിക്കുന്ന, ഞങ്ങളെ തിരുത്തുന്ന അങ്ങയുടെ വചനം ഇന്ന് ഇടപെടണമേ. ആ വചനം എന്ന അടിസ്ഥാനത്തിന്മേൽ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം ഒന്നും കൂടെ പണിയപ്പെടട്ടെ കർത്താവേ. അവിടുത്തെ കരങ്ങളിൽ ഈ വചന കേൾവിയെ സമർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വേദഭാഗത്തിൽ ക്രിസ്തുവിൻ്റെ നിസ്തുല്യത അതിധൈര്യത്തോടെ അപ്പോസ്തലന്മാർ ഉയർത്തുകയാണ്, പത്രോസും യോഹന്നാനും. അപ്പോൾ ക്രിസ്തുവിൻ്റെ നിസ്തുല്യത, അതുല്യത, ഇൻകമ്പാരബിൾ നേച്ചർ ഓഫ് ക്രൈസ്റ്റ്, അതായത് രക്ഷപ്പെടാനായിട്ട് വേറെ ഒരു മാർഗവുമില്ല എന്ന് യാതൊരു മടിയുമില്ലാതെ, അതിനോട് അല്പം പോലും വെള്ളം ചേർക്കാതെ, ഒരു പേടിയുമില്ലാതെ ആ യഹൂദ മത കോടതിയോട് ശക്തമായിട്ട് അങ്ങ് പറഞ്ഞു. യഹൂദ മത കോടതി ഇവരെ കൊല്ലുവാൻ, യേശുവിനെ കൊല്ലാനായിട്ട് മുൻകൈ എടുത്ത കോടതിയാണ്. അങ്ങനെയെങ്കിൽ ഈ ശിഷ്യന്മാരെ, സാധാരണക്കാരായ മീൻപിടുത്തക്കാരായ അവരെ നിഷ്പ്രയാസം അവർക്ക് വകവരുത്താം. പക്ഷെ അതൊന്നും ഓർത്ത് പേടിക്കാതെ അവർ ധൈര്യത്തോടെ അത് പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന വാക്യം, അതിനോട് ഈ നിസ്തുല്യത പ്രഖ്യാപിച്ചത് 12-ാം വാക്യമാണ്, മറ്റൊരുത്തരും രക്ഷയില്ല. ഇനി അവർ ആ സംസാരിച്ച രീതി കേട്ടപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന ഈ സൻഹെദ്രിൻ സംഘം, യഹൂദ മത കോടതിയിലുള്ള ഈ നല്ല മൂപ്പന്മാരായ ന്യായപ്രമാണമൊക്കെ വളരെ ആഴമായി അറിയാവുന്ന, സമൂഹത്തിൽ നല്ല സ്വാധീനമുള്ള, ഉന്നത അധികാരമുള്ള ഇവർക്കുണ്ടായ ആ തോന്നലാണ് 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. When they saw the courage of Peter and John, they realized ഇവർ യേശുവിനോട് കൂടെ ആയിരുന്നു എന്ന് പറയുന്ന മുൻപ് they were unschooled. ഇവർ മലയാളത്തിൽ ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കിയാലും ആശ്ചര്യപ്പെട്ടു അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. അപ്പോൾ നമ്മുടെ ചിന്താവിഷയം ഈ വാക്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്രിസ്തു സ്വാധീനം വരുത്തുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ചാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സ്വാധീനം നമ്മിൽ വരുത്തുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ, ദ എക്സ്പെക്റ്റഡ് ചേഞ്ച്. നമുക്കതിനെക്കുറിച്ച് അല്പമായി വിശദമായി ധ്യാനിക്കാം. സുവിശേഷങ്ങൾ യേശുക്രിസ്തു ശിഷ്യന്മാരെ എത്രത്തോളം സ്വാധീനിച്ചു എന്നാണ് വിശദീകരിക്കുന്നത്, അല്ലേ? എത്രത്തോളം സ്വാധീനിച്ചു എന്നും എങ്ങനെയൊക്കെ സ്വാധീനിച്ചു എന്നും. കാരണം ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ മർക്കോസ് പറയുന്നത് തന്നോടുകൂടെ ആയിരിക്കാൻ. അപ്പോൾ യേശു തന്നോടുകൂടെ ആയിരിക്കാൻ വേണ്ടി ഇവരെ വിളിച്ചു. ഒരു പരിശീലനത്തിൻ്റെ കാലഘട്ടം. വിളി, പരിശീലനം, നിയമനം, ശിഷ്യത്വത്തിൻ്റെ 3 ഘട്ടങ്ങൾ. അതിൽ ആദ്യത്തെ ഘട്ടം ഈ സാധാരണക്കാരായ, വലിയ അക്ഷരാഭ്യാസമൊന്നും ഇല്ലാത്ത, കാര്യപ്രാപ്തി ഇല്ലാത്ത, വലിയ ധൈര്യമില്ലാത്ത, ജ്ഞാനമില്ലാത്ത, തികച്ചും സാധാരണക്കാരായി ഇവരെ വിളിച്ചു. ഇനി അവരെ പരിശീലിപ്പിച്ചു. അതിനുശേഷം അവരെ നിയമിച്ചു. ഹി ഗേവ് ദം ഗ്രേറ്റ് കമ്മീഷൻ, അന്ത്യാജ്ഞാപനം കൊടുത്തു. അതിനുശേഷം സ്വർഗ്ഗാരോഹണം ചെയ്തു. യേശു പോയി. ഇപ്പോൾ യേശു അവരോട് കൂടിയില്ല. ഇപ്പോൾ യേശുവിന് വേണ്ടി ആയിരിക്കാൻ അവർ നിയമിക്കപ്പെട്ട സമയമാണ് അപ്പോസ്തല പ്രവൃത്തി ചരിത്രം. അപ്പോൾ അവർ യേശുവിന് വേണ്ടി എങ്ങനെ ആയിരുന്നു, യേശുവിന് വേണ്ടി അവർ എന്ത് ചെയ്തു, യേശുവിന് വേണ്ടി അവർ എങ്ങനെ സാക്ഷ്യം വഹിച്ചു എന്നതിനെക്കുറിച്ചുള്ള റെക്കോർഡാണ് അപ്പോസ്തല പ്രവൃത്തി ചരിത്രം. ബൈബിൾ ക്ലാസ് അല്ല, എന്നാൽ ഇത് പറഞ്ഞു വരികയാണ്. അപ്പോൾ നാം ഇതിൽ ഏത് ഘട്ടത്തിലാണ്? നാം ശിഷ്യന്മാരാണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ബൈബിൾ കോളേജിൽ പഠിച്ച് പാസ്റ്റർമാരാകുന്നവർ മാത്രമല്ല ശിഷ്യന്മാർ. യേശുവിനെ അനുഗമിക്കുന്നവരെല്ലാം ശിഷ്യരാണ്. ശിഷ്യനാകാൻ വേണ്ടിയാണ് നമ്മൾ വിളിക്കപ്പെട്ടവർ. നമ്മൾ സുവിശേഷ വേളയിൽ
പൂർണ്ണസമയം ചെയ്തില്ലെങ്കിലും എല്ലാവരും ശിഷ്യവൃന്ദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ശിഷ്യരായ നാം ഈ ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ? വിളിക്കപ്പെട്ടേ ഉള്ളോ? അത് ഇപ്പോഴും പരിശീലനമാണോ? കഴിഞ്ഞ 10-25-30 വർഷമായിട്ട് പരിശീലനം തന്നെ നടന്നുകൊണ്ട് അന്തമില്ലാത്ത പരിശീലനമാണോ? അതോ നമ്മൾ നിയമിക്കപ്പെട്ടിരിക്കുകയാണോ? നമ്മൾ അവന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ, യേശുവിനെ ഉയർത്താൻ? നമ്മൾ ആ പാടിയ പാട്ടിലൊക്കെ ഉണ്ട് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത്. ലോകം യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ ഓർക്കുമ്പോൾ ഒരു ചരിത്ര സംഭവത്തെ ഓർക്കുന്നു, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ആ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു സഭയെ പരമേൽപ്പിച്ച ദൗത്യത്തെക്കുറിച്ചൊന്നും നല്ലൊരു ശതമാനം ആളുകൾ ഓർക്കുന്നുമില്ല, അതിനെക്കുറിച്ച് പറയുന്നുമില്ല. മാർബാബയായാലും ഇപ്പം രാവിലത്തെ ന്യൂസൊക്കെ നിങ്ങൾ കണ്ടെങ്കിൽ പറയും, ക്രിസ്തു സമാധാനം കൊണ്ടുവരുവാൻ വന്നു, ഇതൊക്കെ പറയും. സമാധാനവും സന്തോഷവും വിടുതലും. ഇതിനപ്പുറത്തിട്ട് ഈ ക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ, ഉയർത്താൻ, ക്രിസ്തുവിന് വേണ്ടി സാക്ഷി വഹിക്കാൻ വേണ്ടി വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് നമ്മൾ എന്ന കാര്യം ഇവരാരും മിക്കവാറും പേരും പറയാറില്ല. പക്ഷെ നാം തിരിച്ചറിയേണ്ടതും പരസ്പരം ഓർപ്പിക്കേണ്ടതും ഈ ഞായറാഴ്ച ചെയ്യേണ്ടതും അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. ക്രിസ്തു സ്വാധീനം നമ്മിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ. ക്രിസ്തുവിനാൽ വാസ്തവമായും നാം സ്വാധീനിക്കപ്പെട്ടാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കേണ്ടത്. ക്രിസ്തു ദർശനം വാസ്തവമായി ഉണ്ടായവരെല്ലാം ആൾ മാറിയവരെ പോലെ ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും ജീവിതത്തിലെ പല ഘട്ടങ്ങളിൽ ക്രിസ്തുവുമായുണ്ടായ പേഴ്സണൽ എൻകൗണ്ടർ നിമിത്തം രൂപാന്തരപ്പെട്ടവരാണ്. അങ്ങനെ അല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് നാം ഇങ്ങനെ ഒരു ദൃഢമായ ഒരു തീരുമാനമെടുത്ത് ക്രിസ്തുവിന് വേണ്ടി ഇന്ന് നിലകൊള്ളുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ സ്വന്തം നാടും വീടും വിട്ട് ഈ ഡൽഹി പട്ടണത്തിൽ വന്ന് ഇവിടുത്തെ ലൈഫ് ഒട്ടും ഈസി അല്ലാതെ എനിക്കറിയാം. ഈ വളരെ വെല്ലുവിളികൾ നിറഞ്ഞ കാലാവസ്ഥയെല്ലാം എക്സ്ട്രീമാണല്ലേ. ചൂടിൻ്റെ അങ്ങേയറ്റം, തണുപ്പിൻ്റെ അങ്ങേയറ്റം, എല്ലാം പ്രയാസമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇതിനെല്ലാം അതിജീവിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു സ്ഥലത്തെ കൃത്യമായ ആരാധനയ്ക്ക് വരികയും ക്രിസ്തുവിനോട് ധീരമായി സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നത് അതൊക്കെ ദൈവവുമായി ഉണ്ടായ ഒരു പേഴ്സണൽ എൻകൗണ്ടർ നിമിത്തമാണ്, ദൈവിക ഇടപെടലിലൂടെയാണ്. അത് തികച്ചും അഭിനന്ദിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. എന്നാൽ അല്പം കൂടെ മുൻപോട്ട് ചിന്തിക്കണം നമുക്ക്. ഇതൊക്കെ ചെയ്യുമ്പോഴും ദൈവം നമ്മിൽ നിന്നും എന്തൊക്കെ അധികം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഫ്രാൻസിസ് ഓഫ് അസീസി ഈ പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ആ യേശു എന്ന ആ പിഞ്ചു കുഞ്ഞിനെ കുറിച്ചുള്ള ദർശനം, ദൈവപുത്രൻ ജഡാവതാരം എടുത്ത് ഇത്ര താഴ്മയായ ഒരു ജീവിതം നയിച്ച് ആ ദർശനമാണ് ഒരു പരിധിവരെ ഫ്രാൻസിസ് ഓഫ് അസീസി എന്ന കത്തോലിക്കരുടെ വിശുദ്ധനാണ്. അദ്ദേഹത്തെ വളരെ സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്ന വീടും ചുറ്റുപാടുമൊക്കെ വിട്ട് ക്രിസ്തുവിനെ അനുസരിച്ച് ഒരു ദരിദ്ര ജീവിതം ഏറ്റെടുത്ത് ലോകം അറിയപ്പെടുന്ന ഒരു വിശുദ്ധനായി മാറി. അതിന് അദ്ദേഹത്തെ സ്വാധീനിച്ചത് ക്രിസ്തുവിൻ്റെ ആ ഒരു ദർശനമാണ്. ജോർജ് ലാൻസ്ബറി എന്ന ഭക്തൻ, യേശു ഒരു മരപ്പണിക്കാരൻ്റെ മകനായി വളർന്നു, മരപ്പണി ചെയ്തു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ അങ്ങനെ കായികാധ്വാനം ചെയ്ത് ജീവിച്ച യേശുവിനെ കുറിച്ചുള്ള ആ ഒരു ചിത്രവും ആ പഠനവും ചിന്തയും ജോർജ് ലാൻസ്ബറി എന്ന ക്രിസ്തു ഭക്തനെ കായികമായി അധ്വാനിച്ച് ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനായിട്ട് പ്രേരിപ്പിച്ചു. അതൊരു സ്വാധീനം. അപ്പൊ ക്രിസ്തുവിൻ്റെ ജീവിതം എല്ലാ മേഖലയും നമ്മെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സ്വാധീനിക്കണം. അത് പഠിക്കും തോറും നമ്മെ സ്വാധീനിക്കണം. മാർട്ടിൻ ലൂതർ ആയാലും മഹാത്മാഗാന്ധി ആയാലും ലിയോ ടോൾസ്റ്റോയ് ആയാലും ഇങ്ങനെയുള്ള ലോകം അറിയപ്പെട്ട കുറച്ച് നേതാക്കന്മാർ, ഇവർ നല്ലൊരു ശതമാനം പേരെയും ലോകം അറിയപ്പെടുന്ന അഹിംസയുടെ പാത തിരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ വർഗീയക്കെതിരെയും വർണ്ണവിവേചനത്തിനെതിരെയും അടിച്ചമർത്തലുകൾക്കെതിരെയും അടിമത്തത്തിനെതിരെയും ഒക്കെയുള്ള സാമൂഹിക പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിക്കാനും അത്ര ധൈര്യം ഉണ്ടായി അവർക്ക് നല്ല ധാർമ്മിക ബോധമുള്ളവരാകാനൊക്കെ അവരെ സ്വാധീനിച്ച, അവരുടെ വായനയിൽ, അവരുടെ പഠനങ്ങളിൽ അവരെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത് യേശു ക്രിസ്തുവിൻ്റെ മലമുകളിലെ പ്രഭാഷണമാണ്, ഗിരിപ്രഭാഷണം. യാതൊരു സംശയമില്ല. മഹാത്മാഗാന്ധിയുടെ കാഴ്ചപ്പാടുകൾക്ക് പോലും മാറ്റം വരുത്തിയത്. ഇന്ന് നാം ബഹുമാനത്തോടെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്ന ആ മനുഷ്യൻ്റെ ചിന്താഗതികളെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത് ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ക്രിസ്തു സ്വാധീനമാണ്. അത് ഈ രാജ്യത്തിന് തന്നെ ബ്രിട്ടീഷുകാരോടുള്ള പോരാട്ടത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്, അതിലൂടെ കിടക്കുന്നില്ല. ബ്രിട്ടീഷുകാരോടുള്ള പോരാട്ടത്തിൽ അഹിംസയുടെയും സത്യാഗ്രഹത്തിൻ്റെയും പാത തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്, അതിനാണ് മനുഷ്യന് പ്രയോജനപ്പെടുന്നത്, അതാണ് എന്നൊക്കെ ആളുകളെ പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് ബോധ്യമുണ്ടായത് ഈ ക്രിസ്തു സ്വാധീനമാണ്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന് ഐ ഹാവ് എ ഡ്രീം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ ചെറിയ പ്രഭാഷണം അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരെ അങ്ങ് കരുത്തരാക്കിയ പ്രഭാഷണമാണ്.
ക്രിസ്തു ദർശനമാണ്. മദർ തെരേസയെ സ്വാധീനിച്ചതും ആ ക്രിസ്തു ദർശനം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ടൊയോക്കി കഹാവ എന്നൊരു ജപ്പാൻകാരനായ ഭക്തനുണ്ടായിരുന്നു. അദ്ദേഹം വചനമൊക്കെ പഠിച്ച് സ്ട്രീറ്റുകളിൽ, തെരുവോരങ്ങളിൽ, കുടിലുകളിൽ പാർത്ത് ആളുകളെ ശുശ്രൂഷിക്കുകയും വിദ്യാഭ്യാസം നൽകുകയും ചെയ്തു. ആ മനുഷ്യനെ അങ്ങനെ ത്യാഗത്തിന്റെ പാത തിരഞ്ഞെടുക്കുവാൻ പ്രേരിപ്പിച്ചത് ക്രിസ്തു ദർശനമാണ്. സ്വന്തമായി തലചായ്ക്കാൻ ഒരു ഇടമില്ലാതെ സാധാരണക്കാരോടുകൂടെ ഉണ്ടുമുറങ്ങിയും അവരെ സൗഖ്യമാക്കിയും പഠിപ്പിച്ചും ആശ്വസിപ്പിച്ചും അവരോടുകൂടെ ജീവിച്ച ആ ക്രിസ്തു ദർശനമാണ് അദ്ദേഹത്തെ അങ്ങനെ ഒരു മനുഷ്യനാക്കി തീർത്തത്. ഞാൻ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ജോണി എറിക്സൺ ടാഡ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, വായിച്ചിട്ടുണ്ടായിരിക്കാം. തൻ്റെ യൗവനപ്രായത്തിൽ ഒരു അപകടത്തിൽപ്പെട്ട് ഡൈവിങ് ചെയ്യുമ്പോൾ അപകടത്തിൽപ്പെട്ട് കഴുത്തിന് താഴോട്ട് തളർന്നുപോയി നിസ്സഹായിയായി കിടന്ന ആ ദൈവത്തോടും മനുഷ്യരോടും വീട്ടുകാരോടുമെല്ലാം അതികൈപ്പോടെ വെറുപ്പോടെ ആരും വന്ന് ദൈവത്തെക്കുറിച്ച് പറയുന്നത് പോലും കേൾക്കാൻ ഇഷ്ടമല്ലാതെ കിടക്കുകയാണ്. കാരണം ജീവിതം ഇങ്ങനെ ഒരു ദുരന്തത്തിൽപ്പെട്ടു. അങ്ങനെ കിടക്കുമ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ കിടക്കയിൽ വെച്ച് കണ്ട ക്രൂശിതനായി കിടക്കുന്ന തലയല്ലാതെ കൈകാലുകളും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളും ചലിപ്പിക്കാൻ പറ്റാതെ കിടക്കുന്ന നിസ്സഹായനായ രക്തം ധാരധാരയായി ഒഴുകുന്ന ആ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ആ രൂപം, ആ ദർശനമാണ് അവൾക്ക് പ്രചോദനം കൊടുത്തത്. കാരണം ആ ക്രൂശ് കൊണ്ട് ക്രിസ്തു അവസാനിച്ചില്ല, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായി. അപ്പോൾ ആ ഉയർത്തെഴുന്നേറ്റ് ക്രൂശ് കൊണ്ട് അവസാനിക്കാത്ത, അതൊരു നിസ്സഹായതയുടെ ചിത്രമാണെങ്കിലും ക്രൂശ് കൊണ്ട് അവസാനിക്കാത്ത ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനം ജോണിയെ സ്വാധീനിച്ചു. അവൾ പിന്നീട് ലോകം അറിയപ്പെടുന്ന, വീൽ ചെയറിൽ സഞ്ചരിച്ചുകൊണ്ട് ലോകം അറിയപ്പെടുന്ന ഒരു പ്രഭാഷകയും എഴുത്തുകാരിയുമായി. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ, യൂട്യൂബിലൊക്കെ പോയി അദ്ദേഹത്തെക്കുറിച്ച് ഡോക്യുമെൻ്ററി ഫിലിംസ് ഒക്കെ ഉണ്ട്. വളരെ ഇൻസ്പയറിംഗ് ആണ്. അപ്പോൾ വാസ്തവമായ ക്രിസ്തു ദർശനം ഉണ്ടായവരെല്ലാം ലോകത്തെ സ്വാധീനിക്കുന്നവരായി മാറിയിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഈ പട്ടണത്തിൽ പാർക്കുന്നത് വളരെയധികം വെല്ലുവിളികളേക്ക് അതിജീവിച്ച് നിങ്ങൾ ഇവിടെ തുടരുമ്പോൾ നിങ്ങളുടെ ജോലി മേഖലയിലും നിങ്ങളുടെ നെയ്ബർഹുഡിലും എവിടെയെങ്കിലുമൊക്കെ ക്രിസ്തുവിനാൽ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കപ്പെട്ട നമ്മൾ ഒരു സ്വാധീനമായി മാറണം. അതിന് നിങ്ങൾ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചൊരു പാസ്റ്റർ ആകണമെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ വിളിയുണ്ടെങ്കിൽ നല്ലത് ചെയ്യണം, ഏറ്റവും ആവശ്യമാണ്. പക്ഷെ നമുക്ക് ഏതെങ്കിലും നിലയിൽ കർത്താവിന് വേണ്ടി മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയണം. അതാണ് നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ വിളി, ദൈവത്തിൻ്റെ വലിയ പ്രതീക്ഷ. ഞാൻ അങ്ങോട്ട് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ആന്റണി ആഷ്ലി കൂപ്പർ എന്ന ദൈവഭക്തൻ, അദ്ദേഹം പറയുമായിരുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ പറഞ്ഞ കഴിഞ്ഞ 40 വർഷത്തിലെ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് ഓർക്കാത്ത ഒരു മണിക്കൂറെങ്കിലും, ഉണർന്നിരിക്കുന്ന എല്ലാ മണിക്കൂറിലും ഒരു തവണയെങ്കിലും കർത്താവ് മടങ്ങി വരുമെന്ന ചിന്ത എന്നെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരുന്നു. അതാണ് അദ്ദേഹത്തിന് ക്രിസ്തുവിന് വേണ്ടി ധീരമായി ഒരു ഭക്തനായി നിലകൊള്ളുവാൻ പ്രേരിപ്പിച്ചൊരു ഘടകം. വില്യം വിൽബർഫോഴ്സ് ഇംഗ്ലണ്ടിലെ പാർലമെന്റിൽ സ്ലേവറിക്കെതിരായി ശക്തമായി പോരാടിയാളാണ്. ആവർത്തിച്ച് പ്രസംഗങ്ങൾ നടത്തി. അതൊക്കെ ബില്ലുകളൊക്കെ പരാജയപ്പെട്ടെങ്കിലും വിട്ടുകൊടുക്കാതെ പോരാടിക്കൊണ്ടേയിരുന്നു. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം, നാം എല്ലാവരും കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും നാം എല്ലാവരും ഒരു ദിനം ക്രിസ്തുവിൻ്റെ ന്യായം വിധിക്കുന്ന സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. ആ ചിന്ത ക്രിസ്തു രാജ്യമായ ബ്രിട്ടൻ ചെയ്യുന്ന ഈ ദുഷ്ചെയ്തിക്കെതിരെ പോരാടുവാൻ തന്നെ വല്ലാതെ പ്രേരിപ്പിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ക്രിസ്തുവിന്റെ ജനനം മുതൽ മരണ പുനരുദ്ധാന മടങ്ങി വരവിനെ കുറിച്ചുള്ള സകല ചിന്തകളും സകല ചിത്രങ്ങളും നമ്മെ എല്ലാവരെയും സ്വാധീനിക്കേണ്ടതാണ്. ആ സ്വാധീനം നമ്മെ ആൾ മാറിയവരെ പോലെ ആക്കണം. നമുക്ക് അല്പം വിശദമായി ഈ വേദഭാഗത്തു നിന്നും അതിനെക്കുറിച്ച് ധ്യാനിക്കാം. ഞാൻ ദീർഘസമയം പ്രഭാഷിക്കുന്ന ആളല്ല, 1 മണിക്കൂർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് അവസാനിപ്പിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് സമയം എടുക്കാം. നോക്കാം. പിന്നെ ഉണർവ് പ്രഭാഷണമല്ല അല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഉറങ്ങാതിരുന്ന് സഹകരിക്കണം. എൻ്റെ ഒരു വിശ്വാസം ആളുകളെ ഉറക്കാതിരിക്കുക എന്നുള്ളത് പ്രഭാഷകൻ്റെ ചെയ്യണം. എന്നാലും അവളെ ഉത്സാഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മൾ പറയുമ്പോൾ കേട്ട് ഉത്സാഹം ഉണ്ടാകുക എന്നുള്ളതാണ്. ഞങ്ങളുടെ പാസ്റ്റർ നല്ല പ്രഭാഷകനാണ്. ഇന്ന് ആ സംഗീത പ്രബോധനം കേട്ടപ്പോൾ എനിക്ക് നല്ല ഉത്സാഹം ഉണ്ടായി. ശക്തമായ പ്രഭാഷണം. ഞാൻ വിശ്വസിക്കുന്നു അജിത്ത് വരുന്ന ആളുകൾ അറിയപ്പെടുന്ന ഒരു നല്ല പ്രഭാഷകനാവും. തിയോളജി പഠിച്ചതുകൊണ്ട് മാത്രമായില്ല, അത് ആളുകൾക്ക് മനസ്സിലാകുന്ന ആത്മീയ വർധനം ഉണ്ടാക്കുന്ന രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുക്കുക എന്നുള്ളത് കൃപയാണ്. നിങ്ങളുടെ പാസ്റ്ററൊക്കെ കൃപയുണ്ട്.
അതോർത്ത് ഞാൻ അഭിമാനിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഗ്രാജുവേറ്റ്സിനും അതുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാൽ ഉള്ളവർക്കായി സ്തോത്രം. ഓക്കെ, ക്രിസ്തു സ്വാധീനത്തെക്കുറിച്ചാണ്. യേശു ക്രിസ്തു ഇവരെ എങ്ങനെ സ്വാധീനിച്ചു എന്നത് സുവിശേഷങ്ങൾ പറയുമ്പോൾ ഇവർ ക്രിസ്തുവിന് വേണ്ടി എങ്ങനെ ലോകത്തെ സ്വാധീനിച്ചു എന്നുള്ളതാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ ചരിത്രം പഠിപ്പിക്കുന്നത്. അത് ചരിത്രമാണ്. ഈ സാധാരണക്കാരും അക്ഷരാഭ്യാസമില്ലാത്തവരുമായിരുന്ന മീൻപിടുത്തക്കാരായിരുന്ന ഇവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായി, ലോകത്തെ ഇളക്കുന്നവരായി 2000 പേര് അല്ലെങ്കിൽ 3000 പേര് 5000 പേരൊക്കെ പെട്ടെന്ന് കേട്ട് സമർപ്പിച്ച് ഒറ്റ പ്രസംഗം കഴിയുമ്പോൾ വോട്ടർ കോൾ കൊടുക്കുമ്പോൾ സമർപ്പിക്കത്തക്ക നിലയിൽ ആളുകളെ സ്വാധീനിക്കുന്ന, വേണ്ടത്ര ബേസിക് എഡ്യൂക്കേഷൻ പോലും ഇല്ലാതിരുന്ന ഇവർ അങ്ങനെ സ്വാധീനിക്കുന്നവരായി മാറിയതിൻ്റെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ ചരിത്രം. അപ്പോൾ അവർക്കുണ്ടായ മാറ്റത്തെക്കുറിച്ച് പഠിക്കാം. ആ മാറ്റത്തിൻ്റെ ആപ്ലിക്കേഷൻ നമ്മളൊന്നും ദൈവം പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങളിലേക്ക് വിരൽ ചൂണ്ടിട്ടെ നോക്കാം. ഒന്ന്, നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഇവർ ക്രിസ്തുവിന് വേണ്ടി അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ധീരമായി പങ്കുവെക്കുന്നവരാ എന്നുള്ളതാണ്. അത് ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ പ്രസംഗവും അവരുടെ പഠിപ്പിക്കലും. ഇത് രണ്ടും അതിനെക്കുറിച്ച് പറയും. ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് അവർ while they were preaching, while they were talking, പിന്നെ while they were teaching. അതൊക്കെ 4-ാം അധ്യായത്തിലുണ്ട്. 4-ാം അധ്യായം മുഴുവൻ പരാമർശിക്കേണ്ടതാണ്. അപ്പോൾ അവർ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ 5000 പേര് ഈ 4-ാം അധ്യായത്തിൽ യേശുവിനെ സ്വീകരിച്ചു. 2-ാം അധ്യായത്തിൽ അവർ വിമർശനത്തിനുള്ള മറുപടി കൊടുത്തപ്പോഴാണ് ഒരു പ്രസംഗമായി മാറിയത്. പ്രസംഗിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുമല്ലായിരുന്നു. പരിശുദ്ധാത്മാവ് പ്രാപിച്ചു, അന്യഭാഷ സംസാരിച്ചു കൊണ്ടിരുന്നു. ആളുകൾ അത്ഭുതപ്പെട്ടു. 2-ാം അധ്യായം 7-ാം വാക്യം തോന്നുന്നു. ആളുകൾ അത്ഭുതപ്പെട്ട് പറഞ്ഞു, ഈ ഗലീലക്കാരായ മനുഷ്യർ ഇങ്ങനെ മറ്റു ഭാഷകൾ സംസാരിക്കുന്നത് എങ്ങനെ? അതിനുള്ള മറുപടി, നിങ്ങൾ വെള്ളമടിച്ചിരിക്കുകയാണെന്നൊരു സംശയം കൂടെ ചിലർക്ക്. അതിനുള്ള മറുപടി ഞാൻ അപ്പോളജറ്റിക് ടോക്കാണ്, വിശ്വാസത്തിന് പ്രതിരോധം തീർക്കുകയാണ്. അതാണ് ഒരു പ്രസംഗമായി മാറിയേ. ആ പ്രസംഗത്തിലെ നിങ്ങൾ ആ പ്രസംഗം പഠിക്കണം. 2-ാം അധ്യായത്തിലെ പ്രസംഗവും 3-ാം അധ്യായത്തിലെ പ്രസംഗവും. ആ പ്രസംഗത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ്. നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തു, ദൈവം ഉയർപ്പിച്ച ക്രിസ്തു. ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ന്യായപ്രമാണം കൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. യോവേൽ പ്രവചനം പറയുന്നു, ശമൂവേൽ തുടങ്ങിയ പ്രവാചകന്മാർ പറഞ്ഞിരുന്ന. അപ്പോൾ ന്യായപ്രമാണം കോട്ട് ചെയ്ത് വചനാടിസ്ഥാനത്തിൽ നല്ല ഘടനയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രഭാഷണമാണ് യേശുവിനെ കുറിച്ച് 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും. 3-ാം അധ്യായത്തിലെ പ്രഭാഷണത്തിൻ്റെ കാര്യം വിമർശനമല്ല, അത്ഭുതം നടന്നപ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ടു. അപ്പോൾ ഇവരെ ഒരു അമാനുഷികരായ ആളുകളായി ചിന്തിച്ച് ഇവരുടെ ചുറ്റും ആളുകൾ തിങ്ങിക്കൂടിയപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടല്ല ഞങ്ങളിത് ചെയ്തത്, യേശുവിനാലാണ് എന്ന് പറഞ്ഞ് യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രഭാഷണം, അവർ ക്രിസ്തുവിനെ കുറിച്ച് ധൈര്യത്തോടെ ശക്തമായി സാക്ഷ്യം പറയുന്നവരായി മാറി. ക്രിസ്തു സ്വാധീനം വരുത്തിയ 1-ാമത്തെ മാറ്റം ക്രിസ്തുവിനെ കുറിച്ച് യാതൊരു മടിയുമില്ലാതെ പ്രസംഗിക്കുന്നവരായി മാറി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്നുള്ളതാണ്. അത്ഭുതം ചെയ്ത ക്രിസ്തു എന്നതിനപ്പുറത്തേക്ക്, നല്ല ധാർമ്മിക പ്രസംഗങ്ങൾ നടത്തിയ ക്രിസ്തു എന്നതിനപ്പുറത്തേക്ക്, എന്തൊക്കെയോ അസാധാരണ സിദ്ധികൾ ഉണ്ടായിരുന്ന ക്രിസ്തു എന്നതിനപ്പുറത്തേക്ക് ഉയർത്തെഴുന്നേറ്റവൻ എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രസംഗ വിഷയം. ഈ ഞായറാഴ്ചയും ക്രിസ്തു വിശ്വാസികൾ എല്ലാവരും ഓർക്കേണ്ടുന്ന, തിരിച്ചറിയേണ്ടുന്ന വസ്തുതയും അത് തന്നെയാണ്. യേശു ക്രിസ്തുവിനെ വ്യത്യസ്തനാക്കുന്നത് യേശു നടത്തിയ നല്ല പ്രഭാഷണങ്ങളോ യേശു ചെയ്ത അത്ഭുതങ്ങളോ ഇതൊന്നുമല്ല. യേശു ക്രിസ്തുവിൻ്റെ ലളിത ജീവിതമോ ഇതൊന്നുമല്ല. ഇതൊക്കെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ തന്നെയാണെങ്കിലും യേശുവിൻ്റെ ഏറ്റവും വലിയ അതുല്യത എന്നുള്ളത് യേശു ഉയർത്തെഴുന്നേറ്റവനും ഇന്നും ജീവിക്കുന്നവനുമാണ്. മരണത്തെ ജയിച്ചവൻ, പാപത്തെ ജയിച്ചവൻ, പിശാചിനെ കാൽവറിയിൽ ക്രൂശിൽ തോൽപ്പിച്ചവൻ. യേശു ആ വിജയിച്ച ഉയർത്തെഴുന്നേറ്റ ആ കാര്യമാണ് യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ അതുല്യതയായി നമ്മൾ ഓർക്കേണ്ടതും നമ്മൾ മറ്റുള്ളവരോട് പങ്കുവെക്കേണ്ടതും. അതുകൊണ്ടാണ് ആരംഭത്തിലെ പ്രസംഗം മുതൽ ഇവർ ഇത് പറയുന്നത്. ഈ ശിഷ്യന്മാരെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു വസ്തുതയും അത് തന്നെയാണ്. അത് വിശദീകരിക്കാം. ഇവർ യേശുവിനോട് കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, അനുഗമിക്കുമ്പോൾ യേശു ധാരാളം അത്ഭുതങ്ങൾ ചെയ്യുന്നു. എല്ലാവിധ രോഗികളെയും സൗഖ്യമാക്കി. ആ അന്തരീക്ഷത്തിൽ നിന്ന് അപ്പം വരുന്നു, മീൻ വരുന്നു. ഇതൊന്നും ആരും ചെയ്യാത്ത കാര്യങ്ങളാണ്. മരിച്ച ആൾ ഉയർക്കുന്നു,
ലാസർ കൂടി ഇരുന്ന് ആഹാരം കഴിക്കുന്നു. അവിശ്വസനീയം. 18 വർഷം 30 വർഷം ഒക്കെ സുഖമില്ലാതിരുന്ന ആളുകൾ ദൈവം ഓടിച്ചെടുത്ത് നടക്കുന്നു. അത്ഭുതം. അത് അവിശ്വസനീയം. ഇതെല്ലാം കണ്ട ശേഷവും ഇവർക്ക് സംശയം ഉണ്ടായില്ലേ? സംശയിച്ചില്ലേ? ഇവർ തമ്മിൽ വഴക്കുണ്ടായില്ലേ? ആരാണ് വലിയവൻ എന്നൊക്കെ തർക്കമൊക്കെ ഉണ്ടായില്ലേ? ഉണ്ടായി. ഇവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലേ? വിശ്വാസത്തിൽ പിന്മാറ്റം ഉണ്ടായില്ലേ ഞാൻ ചോദിക്കുന്നേ? വിശ്വാസത്തിൽ തോൽവികൾ ഉണ്ടായില്ലേ? എത്രയോ സംഭവങ്ങൾ. യേശുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. ഒരാൾ വാളെടുക്കുന്നു, ബാക്കിയുള്ളവർ ഓടാനുള്ള വഴി അന്വേഷിക്കുന്നു. ഒരാൾ ഒളിച്ചിരുന്നു പോയി എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുന്നു. പിടിക്കപ്പെട്ടപ്പോൾ എനിക്ക് ആ പുള്ളിയെ ഒരു പരിചയമില്ല എന്ന് ആവർത്തിച്ചു പറയുന്നു. മറ്റേ ആ വേറൊരു പുള്ളി കുറച്ച് നാണയത്തൊട്ടുകൾക്ക് വേണ്ടി അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കുന്ന അവനെ പിടിച്ചു കൊണ്ടുപോകാൻ പറയുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ അത്ഭുതങ്ങൾ, അസാധാരണമായ പ്രസംഗങ്ങളൊക്കെ നടത്തിയ ക്രിസ്തു ഇവരെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ ലോകത്തെ സ്വാധീനിക്കത്തക്ക നിലയിൽ ഇവരെ രൂപാന്തരം പെടുത്തിയ വസ്തുതകൾ ഒന്ന് പരിശുദ്ധാത്മാവ് വന്നതാണ്. എന്നാൽ മറ്റു അതിപ്രധാനമായ കാര്യം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവുമായി ഉണ്ടായ അനുഭവങ്ങളാണ്. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ഇവർക്ക് ആവർത്തിച്ച് പ്രത്യക്ഷപ്പെട്ടു. അവർക്ക് ആഹാരം കൊടുത്തു, വീണ്ടും ഒരു അത്ഭുതം ചെയ്തു. ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ചോദ്യം ആവർത്തിച്ച് പത്രോസിനോട് ചോദിക്കുന്നു. നിങ്ങൾ എന്നിൽ നിന്നും കേട്ട പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണമെന്ന് അവരെ പ്രത്യേകമായി ഉപദേശിക്കുന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ യഹൂദയിലും ശമരിയിലും ലോകത്തിന്റെ എല്ലാ അറ്റത്തോളം സാക്ഷികളാകുമെന്ന് അവരെ ഓർപ്പിക്കുന്നു. അപ്പോൾ ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവുമായി ഉണ്ടായ നിരവധി അനുഭവങ്ങൾ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു കൊടുത്ത വാഗ്ദത്തങ്ങൾ, ക്രിസ്തു കൊടുത്ത ഉറപ്പ്, ഞാൻ നിങ്ങളെ പിരിയത്തില്ല, വോണ്ട് ലീവ് യു, ഐ വോണ്ട് ഫോർസേക്ക് യു, ലോക അവസാനത്തോളം ഞാൻ കൂടെയുണ്ട്. യു ഗോ ആൻഡ് പ്രീച്ച്, മേക്ക് ഡിസൈപ്പിൾസ്, പോകുവിൻ, സാക്ഷികളാകുവിൻ, സ്നാനപ്പെടുത്തുവിൻ, ശിഷ്യരെ ഉണ്ടാക്കുവിൻ, ഞാൻ കൂടെ ഉണ്ട്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തൻ്റെ വീണ്ടും ചെയ്ത അത്ഭുതത്തിലൂടെയും വാക്കുകളിലൂടെയും അവരെ സ്വാധീനിച്ചു. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്നത് ആവർത്തിച്ച് അവർ പ്രസംഗിക്കുന്നത്. അപ്പോൾ നാം സുവിശേഷം പറയാൻ പോകുമ്പോൾ യാത്രാമധ്യയോ അല്ലെങ്കിൽ അയൽപക്കക്കാരോടൊക്കെ, പ്രത്യേകിച്ച് ഇന്ന് രണ്ടുപേരോട് പറയുന്നത് നല്ലതാണ് കേട്ടോ, ഒന്ന് ശ്രമിച്ച് നോക്കിയാട്ട്. അപ്പോൾ നമ്മൾ പറയണം, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, ഇന്നും ജീവിക്കുന്ന ക്രിസ്തു. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു അന്തർദേശീയ കോൺഫറൻസിൽ പങ്കെടുക്കാനിടയായി. അപ്പോൾ ലോകത്തിലെ ഒരു 205 രാജ്യങ്ങളിൽ നിന്നുള്ള ലീഡേഴ്സും മിഷണറീസും ഒക്കെ അതിൽ പങ്കെടുത്തു. അപ്പോൾ അതിൽ എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യം, ഇറാൻ ഒരു മുസ്ലിം രാജ്യം നമുക്കറിയാം. ഇന്ന് ലോകത്തിലെ ഏറ്റവും അധികം വളരുന്ന സഭകളുള്ള ഒരു രാജ്യം ഇറാനാണ്. ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ക്രിസ്ത്യാനിറ്റി ഇൻ ദ വേൾഡ് ഈസ് ഇൻ ഇറാൻ ആൻഡ് ചൈന. ഇത് രണ്ടും നമ്മുടെ രാജ്യത്തേക്കാൾ കൂടുതൽ സുവിശേഷത്തിന് ഏറ്റവും എതിർപ്പും പീഡയുമുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ അവരിൽ ചിലരെയൊക്കെ സാക്ഷ്യം, അപ്പോൾ അതിൽ ഇറാനിലൊക്കെ ആളുകൾ ധാരാളം പേരുടെ സാക്ഷ്യത്തിൽ പ്രധാനപ്പെട്ട ഘടകം യേശു ദർശനം, ക്രിസ്തു ദർശനം, സ്വപ്നത്തിൽ യേശു പ്രത്യക്ഷപ്പെടുന്നു. പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ജീസസ്. ഏതെങ്കിലും ഒരു പാസ്റ്ററോ ക്രിസ്ത്യാനി, ഇന്ന് വരെ ഒരു ക്രിസ്ത്യാനിയെയും ഒരു പാസ്റ്ററെയും കാണാത്ത ആളുകൾ അവരുടെ സ്വപ്നത്തിൽ യേശുവിനെ കാണുന്നു, യേശു പ്രത്യക്ഷപ്പെടുന്നു, യേശു സംസാരിക്കുന്നു, ദൈവശബ്ദം കേൾക്കുന്നു. ഞാൻ പറഞ്ഞ കെട്ടുകഥയല്ല. ഐ ക്യാൻ പ്രൂവ് ഇറ്റ്, യു ടോക്ക് ടു മീ ലേറ്റർ. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവുമായി ഇവൻ പൗലോസ് എന്ന മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിയത് അതല്ലേ? ഉയർത്തെഴുന്നേറ്റ, ഇന്നും ജീവിക്കുന്ന, ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്ത അനന്യനായ ക്രിസ്തു. ആ ക്രിസ്തു ദർശനമാണ് നമ്മെ സ്വാധീനിക്കേണ്ടതും ആ ക്രിസ്തുവിനെ കുറിച്ചാണ് നാം ഈസ്റ്റർ സൺഡേയിൽ നാട്ടുകാരോട് പറയേണ്ടതും സാക്ഷ്യമായി പറയേണ്ടതും. അപ്പോൾ ഒന്ന്, അവർ പ്രസംഗിച്ചു. പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ക്രിസ്തു ഉയർത്തു. നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം ഉയർപ്പിച്ചവനുമായ യേശു ക്രിസ്തുവിനാൽ ഇവൻ സൗഖ്യമായി, ഈ മുടന്തൻ സൗഖ്യമായി. അപ്പോൾ അതാണ് അവരുടെ പ്രസംഗം. രണ്ടാമത്തത്, ആ 4-ാം അധ്യായത്തിൽ തന്നെയുണ്ട്, വൈൽ ദേ വർ ടീച്ചിങ് എന്ന് പറയുന്നുണ്ട്. അവർ പ്രസംഗിച്ചുകൊണ്ടിരുന്ന, അല്ല ഉപദേശിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നതിൻ്റെ മുകളിലത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അതായത് അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലാണ് പറയുന്നത്, വൈൽ ദ അപ്പോസ്റ്റൽസ് വെയർ ടീച്ചിങ് ദ പീപ്പിൾ ആൻഡ് പ്രൊക്ലെയിമിങ് ജീസസ്. അത് 3-ാം വാക്യത്തിലാണ്. അപ്പോൾ 2-ാം വാക്യം ഒടുവിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്ന മലയാളത്തിൽ.
അപ്പോൾ ക്രിസ്തു സ്വാധീനം വരുത്തിയ രണ്ടാമത്തെ കാര്യം ക്രിസ്തുവിനെ പങ്കുവെച്ചു എന്നുള്ളതിൽ ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായി ഉപദേശം പറയുകയാണ്, പ്രസംഗിച്ച് വിടുക മാത്രമല്ല. അപ്പം കുറേ ആളുകൾ കൂടി, ഈ മുടന്തൻ സൗഖ്യമായതാണ് കോണ്ടക്സ്റ്റ്. അപ്പം ആളുകൾക്ക് ആകെ സംശയമായി. അപ്പോൾ അവർ പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ ശമൂവേൽ മുതലായ പ്രവാചകന്മാർ പ്രവചിച്ചത് ഈ യേശുവിനെ കുറിച്ചാണ്. പ്രസംഗമൊക്കെ നന്നായിരുന്നു. പക്ഷെ എന്നാലും ആ പ്രസംഗം എന്നതിനപ്പുറത്തേക്ക് അതൊരു നല്ല ഉപദേശമായി മാറി. ഇറ്റ് ബിക്കേം എ വെരി സ്ട്രോങ് സോളിഡ് ടീച്ചിങ് അബൌട്ട് ജീസസ് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. ടീച്ചിങ് എന്താ ടീച്ചിങ്? കാര്യകാരണ സഹിതം വിശ്വാസത്തിൻ്റെ വിശദീകരണമാണ്. വിശ്വാസം ഉപദേശിച്ചു കൊടുക്കുക. ഉപദേശം നമ്മൾ കേൾക്കുമ്പോൾ നന്നാകണമെന്ന് പറയുന്ന കാര്യം അതല്ല, അത് മാത്രമല്ല ഉപദേശം, അതൊക്കെ പെടും. ഉപദേശം വിശ്വാസം, വിശ്വസിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, പങ്കുവെക്കുക. അപ്പോൾ ഇവർ ശക്തമായി യേശുവിനെ കുറിച്ച് അവരുടെ സംശയങ്ങൾക്ക് നിവാരണം വരുത്തി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതാണ് രണ്ടാമത് ചെയ്ത് ക്രിസ്തുവിനെ പങ്കുവെച്ചു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇനി അടുത്ത കാര്യം, ക്രിസ്തു ഇവരിൽ ചെലുത്തിയ അതിപ്രധാനമായ മറ്റൊരു മാറ്റം, ഇവർ ഈ യഹൂദ മത കോടതി ശ്രദ്ധിച്ചത് ദേ വർ അൺസ്കൂൾഡ്. അപ്പം അവരുടെ ധൈര്യം കാണുകയാൽ അവർ അത്ഭുതപ്പെട്ടു വന്നു. ധൈര്യം. വേർ ഡിഡ് ദേ ഗെറ്റ് ദിസ് ബോൾഡ്നെസ്? ധൈര്യത്തെക്കുറിച്ച് പറയുമ്പോഴേ ഇവരുടെ സുവിശേഷങ്ങൾ കാണുന്ന ശിഷ്യന്മാരുമായിട്ട് താരതമ്യം ചെയ്യണം. അപ്പോൾ ഈ മാറ്റത്തിൻ്റെ പ്രത്യേകത അറിയാനായിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്ന ഈ ശിഷ്യന്മാരെയും സുവിശേഷങ്ങളിലെ ശിഷ്യന്മാരെയും തമ്മിൽ കമ്പയർ ചെയ്യണം. അപ്പോൾ വ്യക്തമാകും. ഒരു പെൺകുട്ടി ചോദിച്ചു പത്രോസിനോട്, നിന്നെ കണ്ടിട്ട് നിന്റെ ഉച്ചാരണം കേട്ടിട്ട് ആ കൂടുതൽപ്പെട്ട ആളെ പോലെ ഉണ്ടല്ലോ. അപ്പം എന്ത് പറഞ്ഞു? പേടിച്ച് മുട്ടിടിച്ചിട്ട് പറഞ്ഞു, അവനെ കണ്ടിട്ട് പോലും ഇല്ല, ഒരു പരിചയമില്ല എന്ന യാതൊരു നാണവും ഇല്ലാതെ പറഞ്ഞു, യാതൊരു മടിയും ഇല്ലാതെ പറഞ്ഞു. വളരെ ഭയപ്പെട്ടു. കാരണം യേശുവിനെ പിടിച്ചുകൊണ്ട് പോയി. ഇത്രയും ജനസ്വാധീനമുള്ള യേശു എന്നൊരു നേതാവിനെ കൊണ്ടുപോയി. പിന്നെ ഈ സാധാരണക്കാരായ നമ്മുടെ അവസ്ഥ പറയാനുണ്ടോ? ഏത് നിമിഷവും കൊണ്ടുപോകാം. അപ്പോൾ അവരുടെ ജീവിതത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ പറയേണ്ടി വന്നു. ഭയം, ജീവഭയമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവിന് വേണ്ടി അവർ ധീരമായി സാക്ഷ്യം വഹിച്ചതും അങ്ങനെ ഒരു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ കൂട്ടമുണ്ടായതും അതിന് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സാഹചര്യത്തിലും ഒരു സ്ഥലത്തിലുമാണ്, അല്ലേ? യെരുശലേമിൽ അന്ന് യേശുവിന് സ്വാതന്ത്ര്യമില്ല, യേശുവിനെ ക്രൂശിച്ചു. ഇനി യേശുവിനെ അനുഗമിക്കുന്നവർക്കും സ്വാതന്ത്ര്യമില്ല, സാധ്യതയുമില്ല. അതിശക്തമായ എതിർപ്പ് പീഡയുള്ള ഒരു സ്ഥലത്താണ് ക്രിസ്തീയ കൂട്ടം തുടങ്ങിയത് തന്നെ, അവർ വളർന്നതും. അപ്പോൾ അത് നമുക്ക് നൽകുന്ന പ്രതീക്ഷ, എത്ര എതിർപ്പും എത്ര വെല്ലുവിളിയുമുള്ള ഒരു സ്ഥലമായാലും സാഹചര്യമായാലും ഈ മാർഗം വേര് പിടിക്കും, ഇത് വളരും, അത് വളരുവാൻ കഴിയും. ഇറ്റ് ഈസ് പോസിബിൾ എന്നാണ്. പക്ഷെ നാം അതിനുവേണ്ടി ധീരമായി ധൈര്യത്തോടെ സാക്ഷ്യം വഹിക്കണം, നിലകൊള്ളണം. ആ ഒരു മാറ്റം ദൈവസഭയ്ക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പം ധൈര്യത്തെക്കുറിച്ച് നോക്കാം. പിന്നെ അവരെല്ലാം ഓടി ഒളിച്ചു. എത്രയോ സന്ദർഭങ്ങൾ സുവിശേഷങ്ങൾ കാണുന്നുണ്ട്. ഇവർ ഭയത്താൽ പിടിപെട്ടവരായിരുന്നു. അവർക്ക് നല്ല മരണഭയം ഉണ്ടായിരുന്നു. അവരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് വല്ലാത്ത ബോധ്യം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ധൈര്യം ഇല്ലായിരുന്ന അല്ലെങ്കിൽ ഭയം ഉണ്ടായിരുന്ന ഇവരാണ് ഇപ്പോൾ ജീവനെ പോലും അല്ലെങ്കിൽ യാതൊരു മരണഭയവുമില്ലാതെ അതിധൈര്യമായി പറയുന്നത്, ഈസ് ഓൺലി സേവിയർ, മറ്റൊരുത്തരിലും ലക്ഷ്യമില്ല. അടുത്ത നിമിഷം വാൾ കഴുത്തിൽ പതിച്ചാൽ ദാറ്റ്സ് ഓക്കെ, അത് അവർക്ക് ഭയമേ അല്ല. അപ്പോൾ അത്ര ധൈര്യമുള്ളവരാക്കി അവർ രൂപാന്തരപ്പെടുത്തിയത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സ്വാധീനമാണ്. കർത്താ സിംഗ് എന്ന ഭക്തൻ സാധു സുന്ദർ സിംഗിന് മുൻപ് ടിബറ്റിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്, ചരിത്രങ്ങൾ വായിക്കുന്നത് കർത്താ സിംഗ്. അപ്പോൾ അന്ന് ക്രിസ്തു വിശ്വാസം അല്ലെങ്കിൽ മറ്റ് ഇതര വിശ്വാസങ്ങൾക്കൊന്നും അവിടെ പ്രവേശനമില്ല, അനുമതിയില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ പ്രാചീനമായ അതിക്രൂരമായ ഒരു ശിക്ഷാരീതിയാണ് മൃഗത്തിൻ്റെ തൊലിയിൽ അല്ലെങ്കിൽ എന്താ പറയുക മൃഗത്തിൻ്റെ സ്കിന്നിൽ അതിൽ ഈ അവർ ശിക്ഷിക്കുന്ന ആളെ ഇങ്ങനെ വരിഞ്ഞ് മുറുക്കി കെട്ടിയിട്ട് വെയിലത്തൊക്കെ ഉണക്കാനിടും, നല്ല വെയിൽ. അപ്പം വെയിൽ വരുമ്പോൾ ഇതങ്ങ് ഷ്രിങ്ക് ചെയ്യും ഈ തൊലി, അങ്ങനെ ഇഞ്ചിഞ്ചായി അവിടെ കിടന്ന് മരിക്കുക എന്നുള്ളത് ഒരു ശിക്ഷാരീതിയാണ്. അപ്പോൾ ഈ കർത്താ സിംഗ് അവിടെ ചെന്ന് ധൈര്യമായി യേശുവിനെ കുറിച്ചൊക്കെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഇവർ ഇദ്ദേഹത്തെ ഇങ്ങനെ ഇതേപോലെ ചെയ്തു. ഇഞ്ചിഞ്ചായി മരിക്കുന്ന സമയത്ത് അവർ അദ്ദേഹത്തോട് പറഞ്ഞു, ഇഫ് യു ജസ്റ്റ് ഡിനൈ യുവർ ഫെയ്ത്ത് വി വിൽ സേവ് യു, നിങ്ങൾക്ക് രക്ഷപ്പെടാം, ഈ വിശ്വാസം വിട്ട് മറിയാൻ മാത്രം മതി. അവൻ പറഞ്ഞു, ഐ ആം റെഡി ടു ഡൈ
100,000 times like this for my Savior. എൻ്റെ കർത്താവിന് വേണ്ടി ഒന്നല്ല 100,000 തവണ മരിക്കേണ്ടി വന്നാലും ഐ ആം റെഡി ഫോർ ദാറ്റ്. ദാറ്റ് ഇസ് ബോൾഡ്നെസ്. മരണം ഭയം ഇല്ലാത്ത അവസ്ഥയാണ് ധൈര്യം എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ഈ വിശ്വാസ നിമിത്തം ഉണ്ടാകുന്ന നഷ്ടം, അല്ലെങ്കിൽ അതൊന്നും താൽക്കാലിക നഷ്ടങ്ങളാണ്, അത് നിമിത്തം ഉണ്ടാകുന്ന വെല്ലുവിളികൾ എത്രയാണെങ്കിലും, മരണമാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് ഭയമില്ലാത്ത ഒരു ആത്മീയ വളർച്ച, ആ ലെവലിലോട്ട് വരുന്ന അവസ്ഥ, അതാണ് ധൈര്യം. അല്ലാണ്ട് വെല്ലുവിളിക്കുന്ന ആളെ ഇങ്ങോട്ട് വാടാ കാണിച്ചു തരാമെന്ന് പറയുന്ന ഇങ്ങനെ നിൽക്കുന്ന ധൈര്യത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നോ ഫിയർ അബൌട്ട് ഡെത്ത്, നോ വറി അബൌട്ട് വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്. He, still holding on the promises of God. ദൈവത്തിൻ്റെ വാഗ്ദത്തം മുറുകെ പിടിച്ച് മുൻപോട്ട് വിശ്വാസയാത്ര ചെയ്യുന്ന ആ അവസ്ഥയെക്കുറിച്ചാണ് ധൈര്യമെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ധൈര്യം ഉള്ളവരാക്കി ഇവരെ മാറ്റി. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ച ഭക്തന്മാരെ കുറിച്ച് പഠിച്ചാലും ധൈര്യമായിരുന്നു അവരുടെ എല്ലാം അതിപ്രധാനമായ ഒരു ക്വാളിറ്റി. 40 വർഷം ഏകദേശം മോശയോടുകൂടി പരിശീലിക്കപ്പെട്ട വ്യക്തിയാണ് ആര്? യോശുവയുടെ ദൈവം ആവർത്തിച്ച് പറഞ്ഞ കാര്യം എന്താണ്? ആവർത്തിച്ച് യോശുവയെ ഓർപ്പിച്ച പ്രധാനപ്പെട്ട ഒരു ഗുണം, അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണം എന്നുള്ളത്, ബി ബോൾഡ്. നീ ധൈര്യവും ഉറപ്പുമുള്ളവനായിരിക്കും. ബി കറേജിയസ് ആൻഡ് ബോൾഡ്. അതാണ് യോശുവയെ ആവർത്തിച്ചത്. യോശുവ വെന്റ് ത്രൂ എ ടഫ് ട്രെയിനിങ്. മോശയെ പോലുള്ള ഒരു നേതാവിൻ്റെ കീഴിൽ നല്ല ട്രെയിനിങ്ങിലൂടെ പോയ വ്യക്തിയാണ്. നല്ല കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, കാര്യശേഷിയുണ്ട്, ഇപ്പൊ പ്രായത്തിന്റെ പക്വതയുണ്ട്. എന്നാലും യോശുവയോട് പറയുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിലും യു നീഡ് മോർ കറേജ്. കറേജാണ് അവിടെ ചെന്ന് ഈ വെല്ലുവിളി വരുത്തുന്ന അനാക്യമല്ലന്മാരൊക്കെയുള്ള ഈ കനാൻ ദേശത്ത് പാർക്കുന്ന വിവിധ ഗോത്രങ്ങൾ, ഇവരെ കീഴടക്കി ആ ദേശം കൈവശമാക്കാനായിട്ട് നിനക്കുള്ള കഴിവ്, നിനക്കുള്ള അറിവ്, നിനക്കുള്ള സ്വാധീനം, നിന്റെ കൂടെയുള്ള ആളുകൾ, ഇതിനൊക്കെ അപ്പുറത്തേക്ക് നിനക്ക് വേണ്ടത് യു ജസ്റ്റ് ബി കറേജിയസ്. Even if you are a one man army, you still need courage. ഒറ്റയ്ക്ക് പൊരുതാൻ പോയാലും നമുക്ക് എന്താണ് വേണ്ടത്? ധൈര്യമാണ് വേണ്ടത്. അതാണ് യോശുവയോട് പറഞ്ഞത്. ശിഷ്യന്മാരിൽ ആ കർത്താവ് പ്രതീക്ഷിച്ച ആ മാറ്റം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ആ ധൈര്യമാണ് ഈ ചുറ്റുപാടും കൂടിയ ആളുകളെ അത്ഭുതപ്പെടുത്തിയത്. കാരണം ഗലീലയിൽ നിന്നും നസറത്തിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്കൊന്നും ഇങ്ങനെ ധൈര്യമൊന്നുമില്ല. കാരണം അവരുടെ പശ്ചാത്തലം അതാണ്. അവർ പൊതുവെ പേടിത്തൊണ്ടന്മാരാണ്. കാരണം ഇവർ സാധാരണക്കാരാണ്. പക്ഷെ ഇത്ര ധൈര്യമുള്ളവരാക്കി, ഇത്ര വിവേകത്തോടെ, ജ്ഞാനത്തോടെ, വ്യക്തതയോടെ സംസാരിക്കാൻ അവരെ പ്രാപ്തരാക്കിയത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സ്വാധീനമാണ്. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകാം. ഇനി മറ്റൊന്ന്, ക്രിസ്തു സ്വാധീനം ചെലുത്തിയ മറ്റൊരു കാര്യം. ഇതെല്ലാം ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം പറയാനായിട്ട് അവരെ പ്രാപ്തരാക്കിയ മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വിടുന്നത്. അടുത്തത് ഇവരെ പ്രാർത്ഥിക്കുന്നവരാക്കി എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്നവരാക്കി. ഇനി മേലാൽ ഈ നാമത്തിൽ പ്രസംഗിക്കരുത് എന്ന വാണിംഗ് കൊടുത്തു വിട്ടു. അപ്പോൾ അവർ പറഞ്ഞു വി ആർ ഹെൽപ്ലെസ്, ഞങ്ങൾക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ നിസ്സഹായരാണ് എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പിരിഞ്ഞു. അവിടുന്ന് പോന്നു. അവർ തൽക്കാലത്തേക്ക് ക്ഷമിച്ച് അവരെ വിട്ടു. അവർ തിരികെ വന്ന ഉടനെ നമുക്ക് വായിക്കാം 4-ാം അധ്യായത്തിൽ തന്നെ 24-ാം വാക്യം. മതി മതി മതി. ഇനി ഞാൻ 31-ാം വാക്യം. ശരി, നോക്കാം. നമ്മൾ ഇന്നലെ അല്ലെങ്കിൽ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ യേശുവിൻ്റെ ക്രൂശീകരണവും ഗെത്സമനെ കുറിച്ചുമൊക്കെ ധ്യാനിച്ച് കാണും, ചിലരൊക്കെ വായിച്ച് കാണുമായിരിക്കാം. അപ്പം ഗെത്സമന തോട്ടത്തിലൊക്കെ നമ്മൾ കാണുന്നത് പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു യേശു, പ്രാർത്ഥനാ സ്ഥലം ഉറങ്ങാൻ പറ്റിയ സ്ഥലമായി ചിന്തിച്ച് ഉറങ്ങി ആശ്വസിക്കുന്ന കുറച്ച് ശിഷ്യന്മാർ, അല്ലേ? യേശുവിനെ സംബന്ധിച്ചൊരു പ്രാർത്ഥന പോരാട്ടം, അതായത് വേർപ്പ് രക്തത്തുള്ളി പോലെ ആകുന്ന ഹി വാസ് റെസ്ലിംഗ് എന്നാണ് അവിടെ വായിക്കുന്നത് ഇംഗ്ലീഷിൽ. അപ്പൊ യേശുവിനെ സംബന്ധിച്ച് ഗെത്സമന ഒരു പോരാട്ടത്തിന്റെ ജഡത്തെ ജയിക്കുന്ന, ദൈവഹിതത്തിന് ഒത്തവണ്ണം തൻ്റെ ഹിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ശിഷ്യന്മാരെ സംബന്ധിച്ച് പ്ലേസ് ഓഫ് ഫെയിലിയർ ടു പ്രേ, അല്ലെ? പ്രാർത്ഥിക്കാൻ പരാജയപ്പെട്ട ഒരു സ്ഥലമാണ്. അത് മാത്രം പ്രാർത്ഥിക്കാൻ പരാജയപ്പെട്ടു, അപ്പുറത്തേക്ക് ഉറങ്ങാൻ പറ്റിയ ഒരു സ്ഥലം, ശല്യമൊന്നുമില്ലാത്ത നല്ല വിശ്രമിക്കാൻ പറ്റിയ ഒരു സ്ഥലം.
അപ്പോൾ യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു എന്നൊക്കെ സുവിശേഷങ്ങൾ ആവർത്തിച്ച് വായിക്കുമ്പോഴും അങ്ങനെ ശിഷ്യന്മാർ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതായിട്ടൊക്കെ നമ്മൾ എവിടെയും വായിക്കുന്നുണ്ടോ? ഞാൻ വായിക്കുന്നില്ല. പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം, എന്നാൽ അവരൊരു വലിയ പ്രാർത്ഥനാ പോരാളികളായിട്ട് സുവിശേഷങ്ങൾ നമ്മൾ അങ്ങനെ കാണുന്നില്ല. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് യേശു പറഞ്ഞു. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഒരു ചെറിയ പ്രാർത്ഥന നമ്മളത് ആവർത്തിച്ച് പറയണം. പെന്തക്കോസ്തുകാരധികം പറയാറില്ല, മറ്റ് സഭക്കാരെന്നും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പ്രാർത്ഥനയിൽ പോരാടുന്ന, പ്രാർത്ഥന എതിർപ്പുകളോട് പ്രതികരിക്കാനുള്ള ഏറ്റവും ശക്തിയായ ആത്മീയ ആയുധമായുള്ള തിരിച്ചറിവ്, അങ്ങനെ പ്രാർത്ഥനയെ ഉപയോഗിക്കുന്ന, പ്രാർത്ഥനയിൽ പ്രതികരിക്കുന്ന ഒരു രീതികളൊന്നും നമ്മൾ കാണുന്നില്ല. എന്നാൽ ഇവിടെ നോക്കിക്കേ, ഭീഷണിയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ വി ആർ ഹെൽപ്ലെസ്, വി കാൺട്ട് കീപ് ക്വയറ്റ്, ഞങ്ങൾക്ക് നിശബ്ദരായിരിക്കാൻ പറ്റത്തില്ല. ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഞങ്ങളിൽ വരുത്തിയ സ്വാധീനം, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു കാരണവശാലും നിശബ്ദരായി കഥകടച്ചിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ സുവിശേഷങ്ങളിൽ അവസാനം കാണുന്ന കഥകടച്ച് പേടിച്ച് ഇരിക്കുന്ന ശിഷ്യന്മാരെയാണ്. ഇപ്പോൾ പറയുന്നത് നോ, വി കാൺ കീപ് ക്വയറ്റ്, ഞങ്ങൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റത്തില്ല. ഈ സന്ദേശം ലോകത്തോട് മറച്ചു വയ്ക്കാനും പറ്റത്തില്ല. ക്രിസ്തു ഉയർത്തു എന്നുള്ളതും ക്രിസ്തു മാത്രമേ രക്ഷകൻ എന്നുള്ളതും ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് പറയാൻ ഞങ്ങൾ വിളിക്കപ്പെട്ടു, അത് പറയാൻ ഞങ്ങൾ പരിശീലിപ്പിക്കപ്പെട്ടു, അത് പറയാൻ ഞങ്ങൾ നിയമിക്കപ്പെട്ടു, അത് പറയാൻ ഞങ്ങൾ ആത്മാവിനാൽ നിറയപ്പെട്ടു. വി cannot be quiet about that. പക്ഷേ പ്രശ്നം എതിർപ്പാണ്, ഭീഷണിയാണ്. ഇനി ഏത് നിമിഷവും വന്ന് അറസ്റ്റ് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ഉപദ്രവങ്ങൾ ചെയ്യും. അപ്പൊ എന്തു ചെയ്യാം? എങ്ങനെ പ്രതികരിക്കണം? നമ്മുടെ രാജ്യത്തിലും മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ, ഈ രാജ്യത്തിൻ്റെ പലയിടങ്ങളിലും, ഞങ്ങൾ പാർക്കുന്ന നാട്ടിലൊക്കെ ഉണ്ട്, എൻ്റെ പാരൻസ് വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ വലിയ ഉപദ്രവമുണ്ട്. ഇത് എൻ്റെ സ്ഥലം വയനാടാണ്, കേരളത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളൊന്ന്. ഞാൻ നിങ്ങൾ പിണങ്ങാൻ പാടില്ല. അവിടെ ഒത്തിരി ഗോത്രവർഗ്ഗക്കാരുണ്ട്, ട്രൈബൽ കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ പണിയർ എന്ന് പറഞ്ഞിരുന്ന വിഭാഗമാണ് കൂടുതലുള്ളത്. അപ്പോൾ അവരെ ഫോക്കസ് ചെയ്താണ് എൻ്റെ പാരൻസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരുടെ ഇടയിൽ ഞങ്ങൾക്കൊരു ചർച്ചുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ അങ്ങനെ ഒരു വിഭാഗത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് നമ്മൾ അവരെക്കാളും ഒട്ടും ശ്രേഷ്ഠരോ അവർ നമ്മളെക്കാൾ ഒട്ടും കുറഞ്ഞവരോ അല്ല, അങ്ങനെ ചിന്തിക്കേണ്ട. പിന്നെ ആ ഗവൺമെൻറ് അങ്ങനെ ഒരു പരിഗണന കൊടുക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ കൈത്താങ്ങൾ കൊടുത്ത് വളർത്തിയെടുക്കണം. അതാണ് മിഷൻ അല്ലേ, അതാണ് ദൗത്യം. ഇപ്പോൾ എൻ്റെ പാരൻസ് ഒരു 10-12 വർഷമായെന്ന് തോന്നുന്നു അങ്ങനെയുള്ള ഒരു വിഭാഗത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആരംഭം മുതൽ വലിയ ഉപദ്രവമാണ്. അതായത് ഇവരെ കൊണ്ടുവന്ന് അവരെ പഠിപ്പിക്കുകയും അവരെ എക്വിപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അവർ സഹിക്കാൻ പറ്റത്തില്ല. എതിർക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ നമുക്കറിയാം ആരൊക്കെയാണ്. എത്രയോ തവണ ഭീഷണി, എത്രയോ തവണ അടിക്കാൻ പിടിച്ചിരിക്കുന്ന, എത്രയോ തവണ പോലീസ് സ്റ്റേഷനിൽ കേസ്, സീക്രട്ടായിട്ട് വന്ന് ഫോട്ടോ എടുക്കുക, പോലീസിന് കൈമാറുക, പിന്നെ എൻ്റെ ഫാദറിനെ വിളിച്ചുകൊണ്ട് പോകും, വാണിംഗ് കൊടുക്കും, സ്നാനപ്പെടുത്താൻ ഒക്കത്തില്ല. നമ്മൾ വിട്ടുകൊടുക്കുകയില്ല, നമ്മൾ വിട്ടുകൊടുക്കുകയല്ല. നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളുകളല്ലല്ലോ. ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്തു? സ്നാനം വീടിനകത്ത് നടത്തി. പുറത്തെവിടെയെങ്കിലും സ്നാനപ്പെടുത്തിയാൽ ഇവർ പ്രശ്നം ഉണ്ടാക്കും, എവിടെ കൊണ്ടായാലും അന്നും കണ്ടുപിടിക്കും. എൻ്റെ ഫാദർ അത്യാവശ്യം ബുദ്ധിയുള്ള ആളാണ്. പുള്ളി ഇത് ചെയ്തു, ഒരു നല്ലൊരു റെഡിമെയ്ഡ് ടാങ്ക് ഉണ്ടാക്കി, അത് അയച്ചു വെക്കാം. അപ്പോൾ റെഡിമെയ്ഡ് ടാങ്കി ഉണ്ടാക്കിയിട്ട് ഫ്രെയിം ഉണ്ടാക്കി അതിൻ്റെ അത് ടാർപ്പായിൽ വെള്ളം നിറച്ച് ഇവരെ ഇറക്കി. ഒരു പക്ഷേ ഞാൻ സ്നാനപ്പെടുത്തി 10 പേരെ വീടിനകത്ത്. സ്നാനം കഴിഞ്ഞു ടാങ്ക് അഴിച്ചു വെച്ചിട്ട് അങ്ങനെ സംഭവം അവിടെ നടന്നതായിട്ട് പോലും ആർക്കും പറയാൻ പറ്റത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എതിർപ്പുണ്ട്. ഒരു ഞായറാഴ്ച ഞാനുണ്ട് വീട്ടിൽ യോഗം നടന്നുകൊണ്ടിരിക്കുക, അവരൊന്ന് തടസ്സപ്പെടുത്തി യോഗം നടത്താൻ സമ്മതിക്കല്ലോ വീടിനകത്ത്. അപ്പം ഞാൻ പറഞ്ഞത്, കേരളത്തിലും ഇങ്ങനെയൊക്കെയുള്ള എതിർപ്പുകളുള്ള സ്ഥലം ധാരാളമുണ്ട്. അപ്പോൾ ഉത്തരേന്ത്യയിലും മറ്റ് സ്ഥലങ്ങളിൽ ധാരാളമുണ്ട്. ഭീഷണികൾ കണ്ടമാനമുണ്ട്. വല്ലാതെ ഉപദ്രവം കൂടി വരികയാണ്. അത് കുറയുമെന്നൊട്ട് ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. അത് ഇല്ലാതാകാനായിട്ട് പ്രാർത്ഥിക്കണമെന്നും എനിക്ക് അഭിപ്രായമില്ല. കാരണം എൻ്റെ ഒരു അഭിപ്രായം, ഇതൊക്കെ ഉള്ളതാണ് നല്ലത്. അല്ല, അത് അതിലൂടെ കടന്നു പോകുന്നവർക്ക് വളരെ കഠിനമാണെങ്കിലും ഇത് ഒരു പരിധി വരെ നമ്മളെ വിശ്വാസത്തിൽ വളരാനും സഭ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം അധികം വ്യാപിക്കാനും ഒക്കെ കാരണമാകും. അത് നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ ഉണ്ടാകട്ടെ. അല്ല, അങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല. അപ്പം ഞാൻ പറഞ്ഞത്, ഭീഷണി ഉണ്ടാകും. ഷുവർ, നോട്ട് ഡൗട്ട്, there will be challenges always. ആരെങ്കിലും വന്ന് ഭീഷണിപ്പെടുത്താതിരിക്കത്തില്ല. അപ്പം നമ്മൾ ഹൗ ഷാൽ ബി റെസ്പോണ്ട് എന്നുള്ളതാണ്. കോടതി പോകാം, അല്ലെങ്കിൽ സമരം നടത്താം, പ്രതികരിക്കാം, എഴുതാം, പല പ്രതികരണ രീതികളാണ്. ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല. പക്ഷേ വാട്ട് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് വേ ഓഫ് റെസ്പോണ്ടിങ്?
വചനം നമ്മെ ഓർപ്പിക്കുന്ന ഒരു ബെസ്റ്റ് വേ ഓഫ് റെസ്പോണ്ട്, ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ഫോർ അസ് ടു റെസ്പോണ്ട്. നമുക്ക് പ്രതികരിക്കാൻ പറ്റിയ ഏറ്റവും ശക്തമായ ഒരായുധം അത് പ്രാർത്ഥന തന്നെയാണ്. ഇവർ ഈ ഭീഷണി കേട്ടപ്പോൾ when they heard this they raised their voice and cried out to the Lord. and താഴോട്ട് വായിക്കുമ്പോൾ they came together, ഐക്യതയോടെ ഒരുമനപ്പെട്ട് നിലവിളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രാർത്ഥനയിൽ നിന്ന് പഠിക്കേണ്ട പ്രാർത്ഥന ശൈലി, പ്രാർത്ഥന വിഷയം, പ്രാർത്ഥന ശൈലി ആ സമയത്ത് ലാഘവമായ പ്രാർത്ഥനയല്ല, നിലവിളിയാണ്. ബിക്കോസ് we are helpless, ഒന്നും ചെയ്യാൻ നിസ്സഹായരാണ്. Only God can help, only God can protect, only God can do, and they believe God can move. അപ്പോൾ ദൈവത്തോട് സഹായത്തിനുള്ള അപേക്ഷയാണ് പ്രാർത്ഥന. നിലവിളിയുടെ ശബ്ദമാണ് ഉയരുന്നത്, ഒരുമനപ്പെട്ടാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ എന്നെ വളരെ ചിന്തിപ്പിച്ചത് എന്താണ് പ്രാർത്ഥനാ വിഷയം? നമ്മളായിരുന്നെങ്കിൽ, നമ്മുടെ സഭയായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുക? ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞാൽ കൊള്ളാം. സാധാരണഗതിയിൽ നമ്മൾ കേൾക്കുന്ന പ്രാർത്ഥനാ വിഷയം ഈ പീഡ ഉണ്ടാകും, ഉപദ്രവം ഉണ്ടാകുമ്പോൾ ആളുകൾ എന്താ ചെയ്യും? പ്രാർത്ഥിക്കുന്നത് ഒന്നെങ്കിൽ അവരെ സന്ദർശിക്കണം എന്ന് ഇടപെടണം, അല്ലെങ്കിൽ സന്ദർശിക്കണം. പിന്നെ കുറച്ചും കൂടെ പക്വതയോടെ പ്രാർത്ഥിച്ചാൽ ദൈവമേ അവരെ മാനസാന്തരത്തിലേക്ക് അവർ രക്ഷിക്കപ്പെടണം. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ തെറ്റില്ല, അതൊക്കെ ഉണ്ട്. പക്ഷേ ദൈവമേ ഇവിടെ തന്നെ ഇനിയും കുറച്ചും കൂടെ ധൈര്യത്തോടെ സാക്ഷ്യം പറയാൻ, അവിടെ തന്നെ പോയി പ്രസംഗിക്കാൻ ധൈര്യം തരണേ, അവസരം തരണേ, കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കുമായിരിക്കാം, കുറവാണ്. ഇവർ ചെയ്യുന്ന അതാണ്. അവിടെ വായിക്കുമ്പോൾ ആഫ്റ്റർ ദേ പ്രേയ്ഡ് ദ പ്ലേസ് ദേ വേർ മീറ്റിംഗ് വാസ് ഷേക്കൺ ആൻഡ് ദേ വേർ ഓൾ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് സ്പോക്ക് ദ വേർഡ് ഓഫ് ഗോഡ് ബോൾഡ്ലി. അല്ലേ? പിന്നെ അവിടെ അവർക്ക് അധികം കൃപ ലഭിച്ചു, അധികം ധൈര്യം ഉണ്ടായി, അവിടെ തന്നെ പ്രസംഗിച്ചു. മനസ്സിലായോ? അവിടെ തന്നെ. ഇവിടെ മേലാൽ ഈ കാര്യം ഒന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് പറഞ്ഞ് അതേ സ്ഥലത്ത് നേരത്തെ പറഞ്ഞതിനേക്കാൾ കുറച്ചും കൂടെ ശക്തമായി, കുറച്ചും കൂടെ ധൈര്യത്തോടെ, അധികം കൃപയോടെ. അത് മാത്രമല്ല, എന്നെ ചിന്തിപ്പിച്ച കാര്യം ഈ ആത്മനിറവിൻ്റെ അനുഭവം ആവർത്തിച്ചു. 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വന്നു, അന്യഭാഷ സംസാരിച്ചു. പക്ഷെ ഈ പ്രാർത്ഥനയുടെ ഫലമായി വീണ്ടും ദ പ്ലേസ് വർ ഷേക്കൺ, ആ ആത്മനിറവിൻ്റെ അനുഭവം ആവർത്തിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ ഉപദ്രവവും ഈ വെല്ലുവിളിയും അവരെ ഒന്നും കൂടെ ആത്മാവിൽ ശക്തിപ്പെടാൻ ഒരു കാരണമാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എതിർപ്പുകളും നമ്മൾ കേൾക്കുന്ന ഭീഷണികളുമൊക്കെ നമ്മെ ശക്തരാക്കണം, നമ്മളെ അധികം ധൈര്യമുള്ളവരാക്കണം, നമ്മളെ അധികം കൃപയുള്ളവരാക്കണം, നമ്മളെ അധികം ജ്ഞാനമുള്ളവരാക്കണം. താഴോട്ട് വായിക്കുമ്പോൾ അവർ അധികം കൃപയോടെ വചനം വീണ്ടും പ്രസംഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ വിഷയം അവിടെ അവസാനിപ്പിക്കാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് എന്താണ്? അവർക്കുണ്ടായ മാറ്റം, അവർ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗത്തിലൂടെയും ഉപദേശത്തിലൂടെയും നന്നായി പങ്കുവെക്കുന്നവരായി, സാക്ഷ്യം പറയുന്നവരായി. സുവിശേഷീകരണം അത്രയും പറഞ്ഞാൽ എളുപ്പമായി, നല്ല സുവിശേഷകരായി മാറി. അതാണ് 2-ാമത്തെ കാര്യം. അവർ നല്ല ധൈര്യമുള്ളവരായി മാറി. ഏത് പ്രതിസന്ധിയെയും, ഏത് എതിർപ്പിനെയും എതിർക്കുന്ന ഏത് വ്യക്തിയെയും, യഹൂദ മത കോടതി ആയിക്കോട്ടെ, റോമൻ സൈന്യമായ ഒരു സാമൂഹികമായ രാഷ്ട്രീയമായ എതിർപ്പുകൾ എന്തുമാകട്ടെ, നോ വറി, അതൊന്നും പ്രശ്നമല്ല. അതിനൊക്കെ നേരിടാൻ ധൈര്യമുള്ളവരായി മാറി. അപ്പോൾ ധൈര്യം എന്നുള്ളത് അകമേ ഉണ്ടാകുന്ന ക്വാളിറ്റിയാണ്. അത് കൂടെയുള്ള ആളുകളുടെ എണ്ണത്തെ ആശ്രയിച്ചല്ല. എത്ര പേര് കൂടെയുണ്ട്, നമുക്ക് എത്ര സ്വാധീനമുണ്ട്, എത്ര പേർ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ട്, ഇതൊന്നുമല്ല. ഇറ്റ്സ് അകമയുള്ള ക്വാളിറ്റിയാണ്. ഭക്തന്മാരുടെ ജീവിതമൊക്കെ പരിശോധിച്ച് അത് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പ്രാർത്ഥന. പിന്നെ അടുത്ത കാര്യം, 3-ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, അവർ പ്രാർത്ഥിക്കുന്നവരാക്കി മാറ്റി. 4-ാമത്തെ കാര്യം ഇവിടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. 4-ാമത്തെ കാര്യം അവിടെ ഫെലോഷിപ്പിനെ കുറിച്ചാണ്. അവർ പങ്കുവെക്കുന്ന ഒരു സമൂഹമായി മാറി. അല്ല, ഈ 2-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും ഉണ്ട്. 2-ാം അധ്യായത്തിലെ വാക്യം 42 മുതൽ 47 വരെ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്. അത് വായിച്ചാട്ടെ.
യെസ്, താങ്ക് യു. ഇനി 4-ാം അധ്യായത്തിൽ അതേ കാര്യം പറയുന്നുണ്ട്, അത് സമാനമായ കാര്യം. 4-ാം അധ്യായത്തിന് ഈ 32 മുതൽ വായിച്ചാട്ടെ. നമ്മൾ വായിച്ച 2 വേദഭാഗത്തിലും നമ്മൾ കാണുന്നത് സ്ഥലം വിറ്റ് ആ പണം ഒരു മടിയുമില്ലാതെ, നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇന്ന് അതൊക്കെ ചെയ്യുന്ന കാര്യം. അപ്പോൾ അത് ഭയങ്കരമാണ്. ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട്, കർത്താവ്, ദാറ്റ് പോസിബിൾ ടുഡേ, അത് അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഇന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരങ്ങനെ ചെയ്തു. എൻ്റെ വീട്ടുകാരെ കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഓർമ്മ, ഞങ്ങളുടെ ഗ്രാമത്തിൽ എൻ്റെ ഫാദറിൻ്റെ ബാല്യത്തിൽ നല്ല സ്ട്രോങ് കത്തോലിക്ക വിശ്വാസമൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു ഉപദേശി വന്ന സുവിശേഷം പറഞ്ഞാണ് ഇവർ ചെയ്യപ്പെടുന്നത്, കുറച്ച് കുടുംബങ്ങൾ. അപ്പോൾ വന്ന ഉപദേശി പറഞ്ഞു, നമുക്കിവിടെ ഒരു ആരാധനാലയം വേണം. അപ്പോൾ അവിടുത്തെ ഒരു കുടുംബക്കാർ പറഞ്ഞു, നമുക്ക് സ്ഥലം ഞങ്ങൾ തരാം, അതിന് പൈസ തരണ്ട, മടിയൊന്നുമില്ല, ടേക്ക് ദിസ് പ്രോപ്പർട്ടി, ബിൽഡ് ഇറ്റ്. ഇനി സ്ഥലം കിട്ടി, ഇത് പണിയണ്ടേ? അപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞു, ഞങ്ങൾ വീട് പണിയാൻ വേണ്ടി വെച്ചിരിക്കുന്ന കട്ടല, ജനൽ, ഫർണിച്ചറൊക്കെ ഇങ്ങനെ ഒരു കൂട്ടി വെച്ചേക്കുക, ടേക്ക് ഇറ്റ്, യു ബിൽഡ് ഇറ്റ്. അപ്പോൾ ആ സ്റ്റോറികൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിന് സമാനമായ സംഭവങ്ങൾ നമ്മൾ മിഷണറി ബയോഗ്രഫികൾ വായിക്കുമ്പോഴും ചരിത്ര പുസ്തകങ്ങൾ വായിക്കുമ്പോഴൊക്കെ വായിക്കണം. നിസ്വാർത്ഥമായി ഞങ്ങളുടെ കാര്യം എന്താവും, ഞങ്ങളുടെ കാര്യം ആര് നോക്കുമെന്ന് യാതൊരു ഭയവും ഇല്ലാതെ കൊടുക്കുക. അപ്പം ഇവിടെയും നമ്മൾ കാണുന്നത്, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, 2-ാം അധ്യായത്തിൽ ദേ ഹാഡ് ദ ഫേവർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പ്രീതി, കൃപ, മലയാളത്തിൽ വരുമ്പോൾ കൃപ എന്ന് പറയുന്നത്. ഇവിടെയും അവർക്ക് ധാരാളം കൃപ ലഭിച്ചിരുന്നു. ഈ എന്തിനുള്ള കൃപയാണ് കിട്ടിയേ? പ്രസംഗിക്കാൻ മാത്രമുള്ള കൃപയാണോ? നമ്മൾ ചിലപ്പം അവിടെ മാത്രം ഒതുക്കാറുണ്ട്, ഞങ്ങൾ പാസ്റ്റർമാർ, പ്രസംഗിക്കാനും പഠിപ്പിക്കാനുമുള്ള കൃപ. രണ്ടാമത്തേത് പ്രാർത്ഥിക്കാനുള്ള കൃപ. മൂന്നാമത്തേത് ധൈര്യപ്പെടാനുള്ള കൃപ. ഇനി അത് ആ കൃപയുടെ മറ്റൊരു വശം, ഇവിടെ നൽകാനുള്ള കൃപ, പങ്കുവെക്കാനുള്ള കൃപ, അതും കൃപയുടെ പ്രതിഫലനമാണ്. കൃപ പ്രാപിക്കുന്നവർ നിസ്വാർത്ഥമായി നൽകുന്നവരാകും. അതാണ് ബൈബിൾ അനുമാനിക്കുന്ന കൃപ. കൂടുതൽ തെളിവുകൾ വേണോ? പറഞ്ഞുതരാം. മാസിഡോണിയ സഭയെക്കുറിച്ച് കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ആ സഭയെക്കുറിച്ച് പറയുന്ന, അവർക്ക് നൽകുവാൻ, ദേ ഹാഡ് ദ ഗ്രേസ് ഓഫ് ഗീവിങ്, നൽകാനുള്ള കൃപ എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് മാസിഡോണിയ സഭയെക്കുറിച്ച്. അതായത് ഗ്രേസ് ഓഫ് ഗീവിങ്, നൽകുന്ന കൃപ, നൽകുന്ന കൃപ. അതിനെക്കുറിച്ച് ഒരു പ്രസംഗം തന്നെയുണ്ട് എനിക്ക്. അതായത് പ്രാപ്തിക്ക് മീതെയും, പ്രാപ്തിക്കൊത്തവണ്ണവും പ്രാപ്തിക്ക് മീതെയും യെരുശലേമിൽ പട്ടിണി കിടക്കുന്ന ആളുകളെ കുറിച്ച് കേട്ടപ്പോൾ കൊടുക്കാനുള്ള മനസ്സ്, അത് കൃപയാണെന്നാണ് വേദപുസ്തകം പറയുന്നത്. അപ്പോൾ ഇവർ ഒരുമിച്ച് വന്നപ്പോൾ സ്ഥലമെല്ലാം വിട്ടു. ഇനി ഈ കൃപയെക്കുറിച്ച് പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് നോ വറി, നോ ടെൻഷൻ. ഉള്ളവൻ വിൽക്കുന്നു, കൊണ്ടു കൊടുക്കുന്നു, പാവപ്പെട്ടവന് അത് പങ്കിടുന്നു. ഇപ്പം എല്ലാവരും ഈക്വലായി. അപ്പം അവിടെ ആ വേർതിരിവില്ല. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം മാറുന്നു. അത് ദൈവസഭയിൽ ഉണ്ടാകേണ്ടുന്ന ഒരു, ഇന്ന് പറഞ്ഞ ആളുകളെ ബോധ്യപ്പെടുത്താൻ പ്രയാസമുള്ള, ദൈവസഭയിൽ ഉണ്ടാകേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദരിദ്രനും ധനവാനും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാത്ത ഇടമാണ് ദൈവരാജ്യം. സഭ എന്നത് ആ ദൈവരാജ്യത്തിന്റെ പ്രതിഫലനമായിരിക്കണം. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇല്ലാതാകുന്ന സ്ഥലം. ഈ വചന കേൾവി നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ധനത്തെക്കുറിച്ചോ അധികാരത്തെക്കുറിച്ചോ ഭൗമികമായ സകലതിനെക്കുറിച്ചുമുള്ള സ്വാർത്ഥമായ ചിന്തകളെ പറിച്ചു മാറ്റി നമ്മെ നിസ്വാർത്ഥ ചിന്തയുള്ളവരും നൽകാൻ, യാതൊരു മടിയും കൂടാതെ നൽകാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഇടമാണ് സഭ. ഇതൊക്കെയാണ് സംഭവിക്കേണ്ടത്. അപ്പോൾ നൽകാനുള്ള കൃപ, അത് ആക്ച്വലി കൃപ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചെയ്യാൻ പ്രയാസമാണ്. കാരണം എനിക്കെന്ത് കിട്ടുമെന്നാണല്ലോ എൻ്റെ ചിന്ത എപ്പോഴും, അല്ലേ? എനിക്കെന്ത് പ്രയോജനം എന്നാണല്ലോ എൻ്റെ ചിന്ത. പൊതുവെ മനുഷ്യരങ്ങനെയാണ്. ഞാൻ കൂടിയാൽ എൻ്റെ കുടുംബം, അത്രയൊക്കെ ഉള്ളൂ, അതിനപ്പുറത്തോട്ട്. പിന്നെ നമ്മുടെ സഭ എന്നൊക്കെ കുറച്ചൊക്കെ പറയും, അത്രയൊക്കെ ഉള്ളൂ. അപ്പം വളരെ സ്വാർത്ഥത നിറഞ്ഞവരാണ് മനുഷ്യന്. ആ സ്വാർത്ഥതയിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് നിസ്വാർത്ഥമായി ചിന്തിക്കുന്നവരാക്കുന്ന കൃപ, അത് ദൈവത്തിൻ്റെ പ്രവൃത്തി തന്നെയാണ്.
ഇനി ഈ ജനം ആ കൃപ പ്രാപിച്ച് പങ്കുവെക്കുന്നു. ഈ അപ്പോസ്തലന്മാരെ കുറിച്ച്, അത് പാസ്റ്റർമാരോട് പറയേണ്ടതാണ്, എന്നാലും നമുക്ക് ഒരുമിച്ച് നോക്കാം. ഈ അപ്പോസ്തലന്മാർക്ക് ലഭിച്ച കൃപ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ദരിദ്രരായി തുടരാനുള്ള കൃപ എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും ദരിദ്രരായിരിക്കണം എന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. എന്നാൽ ശുശ്രൂഷ കൊണ്ട് നേടാം എന്നതല്ല അവരുടെ ചിന്ത. ശുശ്രൂഷ എന്നത് നൽകാനുള്ള നിയോഗമാണ് എന്ന തിരിച്ചറിവാണ്. ആണോ നിങ്ങൾക്കത് പിടികിട്ടുന്നുണ്ടോ എന്ന്? അത് മാറ്റമെന്ന് പറയുമ്പോൾ സുവിശേഷങ്ങൾ നോക്കി ശിഷ്യന്മാർ ചോദിച്ചു, യേശുവിനോട് ഞങ്ങളെല്ലാം വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടുമെന്നുള്ളത് സ്വാഭാവിക ചോദ്യമാണ്. പണ്ട് അവിടെ പഠിച്ചിറങ്ങിയ ഒരു സഹോദരനോട് ഞാൻ പറഞ്ഞു, അവിടെ ചാൻസ് ഉണ്ടായപ്പം നമുക്കൊരു ട്രെയിനിങ് സെൻ്റർ ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ. നീ ഒരു കാര്യപ്രാപ്തിയുള്ള ഒരു സഹോദരനായതുകൊണ്ട് ഒരവസരമുണ്ട്, വുഡ് യു മൈൻഡ് ടു ജോയിൻ വിത്ത് അസ് ടു ടീച്ച്? അപ്പം സഹോദരനെ ആലോചിച്ചിട്ട് പറഞ്ഞു, എത്ര കൊടുക്കും? ആ കോൺവെർസേഷൻ അവിടെ കൊണ്ട് തീർന്നു. യു ഡിസ്ക്വാളിഫൈഡ്. അത് ഞാൻ എൻ്റെ ഉള്ളിൽ പറഞ്ഞു, യു ഡിസ്ക്വാളിഫൈഡ്. നമുക്ക് അങ്ങനെയുള്ള ആവശ്യമില്ല. ദൈവം തരാതിരിക്കുവോ? ദൈവം തരാതിരിക്കത്തില്ല. പിന്നെ ദൈവം തരുമോ? എത്ര തരും? ഇങ്ങനെയുള്ള ചിന്ത ഭരിക്കുന്നെങ്കിൽ യു ഹാവ് നോട്ട് ഗ്രോൺ അപ് ടു ദാറ്റ് ലെവൽ ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ശിഷ്യത്വത്തിന്റെ ആ തലത്തിലേക്ക് വന്നിട്ടില്ല. യു സ്റ്റിൽ നീഡ് മോർ ടൈം. യു വെയിറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്ത് കിട്ടും, എത്ര കിട്ടും, എപ്പോൾ കിട്ടും, ഈ ചിന്തയാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ നമ്മൾ ആത്മീയ പക്വതയിലേക്ക് ഇനിയും വളരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ശിഷ്യന്മാര് വലിയ മാറ്റമുണ്ടായി. ഇപ്പോൾ ആ മുടന്തൻ സൗഖ്യമായപ്പോൾ അതിന് മുമ്പ് അവന് വേണ്ടത് സൗഖ്യത്തെക്കുറിച്ചല്ല അവൻ്റെ ചിന്ത, പണമാണ്. മറുപടി എന്താണ്? ഇപ്പോൾ ഓൾറെഡി 3000 പേര് രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടത്തിൻ്റെ ഇൻചാർജായി പത്രോസും ശിഷ്യന്മാരും അല്ലേ 2-ാം അധ്യായത്തിൽ. നമ്മൾ 2-ാം അധ്യായത്തിലും വായിച്ചു. അവരും സ്ഥലമെല്ലാം വിറ്റ് പണം കൊണ്ട് കൊടുത്തു. അതിൻ്റെ എല്ലാം കൂടെ ഈ 3000 പേര് ചെയ്തപ്പോൾ അതിൻ്റെ ദശാംശം എടുത്താൽ ഒരു തുക അല്ലേ, ഒരു വരുമാനം. ആ സ്തോത്ര കാഴ്ചപ്പോൾ തുടർമാനമായ മീറ്റിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ബൈബിൾ സ്റ്റഡിയൊക്കെ. അപ്പം ഇടയ്ക്കിടയ്ക്ക് സ്തോത്ര കാഴ്ച എടുക്കാം. പിന്നെ പൊതുയോഗങ്ങൾക്കുള്ള പിരിവുകളൊക്കെ നടത്താം. ന്യായമായിട്ടും നമുക്കും എടുക്കാം അല്ലേ? തീർച്ചയായിട്ടും അവർക്കൊരു നല്ല വരുമാനമായി തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവർ പറയുകയാണ്, ഞങ്ങളുടെ നീ ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല. We are still poor. We don't have anything what you expect. കാരണം നീ പ്രതീക്ഷിക്കുന്ന പണം സമ്പാദിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവരല്ല ഞങ്ങൾ. അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലം കഴിഞ്ഞു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനം, ക്രിസ്തു വരുത്തിയ സ്വാധീനം ഇവരെ അങ്ങനെ നിസ്വാർത്ഥതയുള്ള മനുഷ്യരാക്കി മാറ്റിയെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് നേടാനിറങ്ങിയവരുടെ മാർഗമല്ല, നൽകാനിറങ്ങിയവരുടെ മാർഗമാണ്. ഇത് സ്വീകരിക്കാൻ ഇറങ്ങിത്തിരിച്ചവരുടെ മാർഗമല്ല, മറിച്ച് പങ്കുവെക്കാൻ ഇറങ്ങിത്തിരിച്ചവരുടെ മാർഗമാണ് ക്രിസ്തു വിശ്വാസം എന്നുള്ളത്. ഈ പറയുന്ന ദൈവശാസ്ത്രം ഒരു പക്ഷേയെങ്കിൽ കുറേയൊക്കെ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളതായിരിക്കും, പക്ഷെ അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ശിഷ്യന്മാര് വളരെ നിസ്വാർത്ഥരായി അവരുടെ കയ്യിൽ വരുന്ന പണം ഇല്ലാത്തവന് വളരെ വിശ്വസ്തയോടെ വിഭാഗിച്ചു കൊടുത്തു. അവരിൽ മുട്ടുള്ളവൻ ആരും ഇല്ലാതിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. നൽകാനുള്ള കൃപ. പണ്ട് ഒരിക്കലും ഒരു വളരെ സാമ്പത്തിക ശേഷിയുള്ള ഒരു ബിസിനസ്സുകാരൻ ഒരു മിഷണറിയുടെ കൂടെ ഒരു മിഷൻ ട്രിപ്പിന് പുറപ്പെട്ടു. ഗ്രാമങ്ങളൊക്കെ സഞ്ചരിച്ച് മിഷൻ ഫീൽഡൊക്കെ കാണാനായിട്ട്. അങ്ങനെ യാത്ര ചെയ്തു വരുന്ന വഴിയിൽ അവർ ഒരു ഗ്രാമത്തിൽ ശ്രദ്ധിച്ചു, ഒരു കർഷകൻ, പ്രായമുള്ള വ്യക്തിയാണ്. അദ്ദേഹം കാളയ്ക്ക് പകരം ഒരു യൗവനക്കാരനെ വെച്ച് അവൻ്റെ കഴുത്തിൽ നുകം, കണ്ടിട്ടില്ല, നുകം വെച്ചിട്ട് ഇങ്ങനെ കലപ്പ വലിച്ചുകൊണ്ട് പോവുക, നിലം ഉഴുതുക, സ്ഥലം കൃഷിക്ക് ഒരുക്കുക. അപ്പോൾ അദ്ദേഹം റിയലി ഗോട്ട് ഷോക്ക്ഡ്. അദ്ദേഹം കൂടെയുള്ള ഈ ഉപദേശിയോട് പറഞ്ഞു, പാപം, ഒരു കാളയെ പോലും ഇല്ലല്ലോ നിലം ഉഴുതാനായിട്ട്. അദ്ദേഹം വളരെ ദരിദ്രനാണ്. അപ്പോൾ അവരോട് ചോദിച്ചു, എന്താ വാട്ട് ഹാപ്പൻ, നിങ്ങളെന്താ ഇങ്ങനെ ഈ മോനെ കൊണ്ടിത് വലിപ്പിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു നല്ല കാള ഉണ്ടായിരുന്നു, ആ കാളയെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ അടുത്തിടയ്ക്ക്
ഞങ്ങളുടെ സഭയിൽ ഞങ്ങൾ കൂടുന്ന സ്ഥലത്ത് ആലയം പണിയണം. പാസ്റ്റ് പറഞ്ഞു നമ്മളെല്ലാവരും കൊണ്ട് പിരിവിട്ടല്ലേ ഇത് നടക്കുകയുള്ളൂ, നമ്മുടെ അല്ലേ ആലയം. ഇപ്പം അമേരിക്കൊന്നും പൈസ എപ്പോഴും വരത്തില്ലല്ലോ, നമ്മൾ തന്നെ ചെയ്യണം. അപ്പം എല്ലാവരും പിരിവ്. അപ്പം ഇദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് പൈസയൊന്നുമില്ല. അപ്പം സമ്പാദ്യമായിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ നല്ല ആരോഗ്യമുള്ള കാളയാണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ ആ കാളയെങ്കിൽ വിറ്റു. ഞാൻ ആലയത്തിലത് ആ പണം കൊടുത്തു ആലയം പണിയാനായിട്ട്. അപ്പോൾ ഈ ബിസിനസ്സുകാരൻ പറഞ്ഞു, ഓ ദാറ്റ് മസ്റ്റ് ബി എ ഗ്രേറ്റ് സാക്രിഫൈസ്. അതൊരു ഭയങ്കര ത്യാഗമാണല്ലോ ചെയ്തത്, സാധാരണക്കാരായാലും അങ്ങനെ ചെയ്യുമോ? അദ്ദേഹം പറഞ്ഞു, നോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ സാക്രിഫൈസ്. I think I consider I was fortunate to have an oxen to sell for the church. ഒരു സഭയ്ക്ക് വേണ്ടി, ആലയം പണിക്ക് വേണ്ടി കൊടുക്കാൻ ഒരു കാളയെങ്കിലും എനിക്ക് ഉണ്ടായിരുന്നത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. അതൊരിക്കലും ത്യാഗമോ നഷ്ടമോ നിർബന്ധം കൊണ്ട് ചെയ്തതോ അല്ല. ഞാൻ പറഞ്ഞു വരുന്നത് നൽകാനുള്ള കൃപ എന്ന് പറയുമ്പോൾ മനോഭാവത്തിലെ ചേഞ്ചാണ്. കർത്താവിന് വേണ്ടി നൽകുന്നതൊന്നും നഷ്ടമല്ലെന്നുള്ള തിരിച്ചറിവ്. നൽകാൻ വേണ്ടിയാണ് എനിക്ക് നൽകപ്പെട്ടത് എന്നുള്ള ബോധ്യം. ഐ ഹാവ് റിസീവ്ഡ് ടു ഗീവ്, ഐ ഹാവ് റിസീവ്ഡ് ടു ഷെയർ, ആൻഡ് മൈ ഷെയറിംഗ് വിൽ സ്ട്രെങ്തൻ ദ കമ്മ്യൂണിറ്റി. എനിക്ക് കിട്ടിയത് പങ്കുവയ്ക്കാൻ വേണ്ടി. നമ്മൾ എപ്പോഴും ഓർക്കണം, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടത് അനുഗ്രഹമാകാൻ വേണ്ടി മാത്രമാണ്. കുഞ്ഞുങ്ങളെ നിങ്ങളത് ഓർക്കണം, യൗവനക്കാരെ ഓർക്കണം. നിങ്ങൾക്കുള്ള വസ്ത്രമാകട്ടെ പങ്കുവയ്ക്കാൻ പഠിക്കണം. ഈ പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ എന്നെ വളരെ സ്വാധീനിച്ചത്, എന്നെ പഠിപ്പിച്ച ഒരു ഹിന്ദുവായിരുന്ന ഒരു അധ്യാപിക മരിച്ചുപോയി. ഞാൻ അന്വേഷിച്ച് പോയി, കാണാൻ പറ്റിയില്ല. അപ്പം എൻ്റെ പിതാവ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. ഞങ്ങൾ പാലക്കാട് ജില്ലയിലെത്തി. വാടകയ്ക്ക് താമസിക്കുന്ന വളരെ സാമ്പത്തിക ദുരിതമുള്ള കാലം. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പം സ്കൂളിൽ നിന്ന് ആഹാരം കഴിക്കുന്നത്, അന്നത്തെ കാലത്ത് ഈ നമ്മുടെ ഗവൺമെൻറ് സ്കൂളിലൊക്കെ കിട്ടുന്ന ചോറെന്ന് പറഞ്ഞാൽ അതിങ്ങനെ വളരെ കുഴഞ്ഞിരിക്കും, പിന്നെ പയറ് കറിയും. വലിയ പ്രയാസമാണ് അത് ചോറ്റുപാത്രത്തിലിട്ട് അതിൻ്റെ അടുത്ത് കഴിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ശീലമില്ലാത്ത ഞങ്ങളെ സംബന്ധിച്ച് ആരംഭത്തിൽ വലിയ പ്രയാസമാണ്. ഞാൻ ഇച്ചിരി കഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഹെഡ് മാസ്റ്റർ ഇങ്ങനെ ശ്രദ്ധിക്കും. മറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി എന്നോട് പ്രത്യേക സ്നേഹം. ഹെഡ് മാസ്റ്ററുടെ റൂമിൽ അവർ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പം എന്നെ കൂട്ടിക്കൊണ്ടുപോയി ആ ചോറ്, ഇഷ്ടമല്ലാത്ത കറിയായിരുന്നു എന്നാലും അതെനിക്ക് തരും, പങ്കുവയ്ക്കും. അപ്പം ഞാൻ ഐ യൂസ് ടു തിങ്ക്, ഇങ്ങനെ ചെയ്യാനായിട്ട് ഈ ഹെഡ് മാസ്റ്ററായ ദേവിക ടീച്ചറെ പ്രേരിപ്പിച്ചത് ആ നൽകാൻ, പങ്കുവെക്കാനുള്ള മനുഷ്യ സ്നേഹം. അത് മനുഷ്യന് അടിസ്ഥാനപരമായിട്ട് ഉണ്ടാകണം. സ്ഥിരമായിട്ട് ആ ആഹാരം പുള്ളിക്കാരത്തിയുടെ ഉച്ചയ്ക്കത്തെ ചോറ് എനിക്ക് എന്നെ വിളിച്ചുകൊണ്ട് എനിക്ക് പങ്കുവെക്കുമായിരുന്നു. കാരണം ഞാൻ അവിടുത്തെ ആഹാരം കഴിക്കാനുള്ള കഷ്ടപ്പാട് കണ്ടിട്ട്. അത് സ്നേഹം. അപ്പൊ ഇത് സാധാരണക്കാരായി മനുഷ്യരിൽ ഉണ്ടാകണം. അത് മനുഷ്യത്വത്തിന്റെ ഭാഗമാണ്. അയൽവക്കംകാരൻ, നമ്മൾ വീട്ടിലൊരു വിശേഷ ദിവസം ആഹാരം ഉണ്ടാക്കുമ്പോൾ ഇന്ന് നിങ്ങൾ ഈസ്റ്റർ പ്രമാണിച്ച് എന്തെങ്കിലും നന്നായി കുക്ക് ചെയ്താൽ തൊട്ടടുത്ത അപ്പാർട്ട്മെന്റിൽ കൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ കുക്ക് ചെയ്യണ്ട, പങ്കുവെക്കുക. അത് നമ്മുടെ നല്ല മനുഷ്യത്വത്തിന്റെ സ്വഭാവമാണ്. ഇനി ഇത് എത്രയധികം ക്രിസ്തു വിശ്വാസികളിൽ ദൈവം തിരയുന്നു, അതിനെയാണ് നൽകുവാനുള്ള കൃപ എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ആ നൽകുവാനുള്ള കൃപയാണ് ഈ അവരുടെ ഇടയിൽ ഉണ്ടായ ദരിദ്രരുടെ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെട്ടത്. അല്ല, അവരെ ആര് സഹായിക്കും? ദൈവമാകാതെ മോളിൽ നിന്ന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ല, ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ ബാങ്കിൽ കുറച്ച് കിടപ്പുണ്ട്, എൻ്റെ അലമാരിയിൽ തുണി ഇരിപ്പുണ്ട്, എൻ്റെ പേഴ്സിൽ പണമുണ്ട്. God has given to me, it's with me, I'm the custodian of that, and I'm called to be the faithful steward of all God's blessings. ഏദൻ തോട്ടം മുതൽ ഇത് നമ്മെ പഠിക്കേണ്ട പാഠമാണ്. ഏദൻ തോട്ടത്തിൽ തോട്ടം എഴുതി കൊടുത്തു അവർക്ക്? ഇല്ല, എഴുതി കൊടുത്തില്ല, ആധാരമൊന്നും കൈമാറിയിട്ടില്ല. ബട്ട് ഗോഡ് സെഡ്, യു ടേക്ക് കെയർ ഓഫ് ഇറ്റ്, യു ഗാർഡ് ഇറ്റ്, ഇറ്റ്സ് യുവേഴ്സ്. അത് നിന്റേതുപോലെ നീ ഇതിനെ സംരക്ഷിക്കണം. ആ ഗിവൺ ടു യു, നിനക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ കനാനി കൊടുത്തപ്പോൾ പാലും തേനും ഒഴുകുന്ന ദേശമാണ്, നിങ്ങളും നിങ്ങളുടെ മക്കളും അതിൽ മൊത്തം ആസ്വദിച്ച് ജീവിച്ചോ എന്നാണ് പറഞ്ഞല്ല. ഐ വിൽ ബ്ലസ് യു ആൻഡ് യു വിൽ ബിക്കം എ ബ്ലെസ്സിംഗ് ദേർ ടു ദ സറൗണ്ടിങ് പീപ്പിൾ. ചുറ്റുപാടുമുള്ളവർക്ക് അനുഗ്രഹമാകാൻ വേണ്ടി മാത്രമാണ് ഈ അനുഗ്രഹം എല്ലാം കൊടുത്തത്. പുതിയ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. ഈ ക്രിസ്തു വിശ്വാസ നിമിത്തം നമുക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമുക്ക് കുടുംബത്തിൽ ഭദ്രത ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമുക്കും നമ്മുടെ തലമുറകൾക്കും നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ പങ്കുവെക്കാൻ വേണ്ടിയാണ് എന്ന് മറക്കരുത്.
ഇത് മൊത്തം ഞാനും നമ്മളും കൂടെ ആസ്വദിച്ച് ഇതുകൊണ്ട് ഇവിടെ കൊണ്ട് മരിച്ച് അവസാനിക്കാൻ വേണ്ടിയല്ല. നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ നിമിത്തം അനുഗ്രഹിക്കപ്പെട്ട, നമ്മൾ നിമിത്തം സൗഖ്യമായ, നമ്മൾ നിമിത്തം ആശ്വാസം പ്രാപിച്ച ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ശവോടകിന് സാക്ഷ്യം പറയാൻ ഉണ്ടായിരിക്കണം. യു അണ്ടർസ്റ്റാൻഡ് മീ? ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നുണ്ടോ? നല്ല മനുഷ്യനായിരുന്നു എന്ന് 10 പേര് വന്ന് കള്ളം പറയുന്ന ശുശ്രൂഷയല്ല. വാസ്തവമായും ഇവൻ ദൈവമനുഷ്യനായിരുന്നു, ഇവൾ ദൈവമനുഷ്യനായിരുന്നു. എൻ്റെ ദാരിദ്ര്യത്തിൽ, എൻ്റെ തകർച്ചയിൽ, എൻ്റെ ഇല്ലായ്മയിൽ ഇവർ എനിക്ക് കൈത്താങ്ങൽ നൽകി. ഈ പാസ്റ്റർ, ഈ വിശ്വാസി, ഈ അയൽവക്കക്കാരൻ, അവരാണ് എന്നെ ആ സമയത്ത് താങ്ങിയതെന്ന് പറയാനായിട്ട് ഒരു കൂട്ടം ആളുകൾ അന്ന് ഉണ്ടാകണം, സാക്ഷ്യം പറയാനായിട്ട്. അതിനെക്കുറിച്ചാണ് നൽകുവാനുള്ള കൃപ എന്ന് ഞാൻ പറഞ്ഞത്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനാൽ അധികം സ്വാധീനിക്കപ്പെടാം. ലെറ്റ്സ് ഹാവ് better picture about the resurrected Savior. Let that picture about the resurrected Savior may continue to transform us. I pray we will have more encounter with this resurrected Savior in our day-to-day life, so that we will boldly testify. നമ്മൾ ധൈര്യത്തോടെ ആ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം പറയും. We will pray more. നമ്മൾ അധികം പ്രാർത്ഥിക്കും. We will share with others. We will build a sharing, fellowshipping community. ദൈവം നമ്മെ അതിന് സഹായിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ അതിന് സഹായിക്കട്ടെ. ഈ ഉയർപ്പിന്റെ ഞായറാഴ്ച ക്രിസ്തുവിനാൽ അധികം സ്വാധീനിക്കപ്പെടാനായിട്ട് നമുക്ക് മനഃപൂർവ്വമായ ശ്രമങ്ങൾ നടത്താം. Would you close your eyes with me? നമുക്ക് പ്രാർത്ഥനയ്ക്ക് സമയമെടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറക്കരുത്, ശിഷ്യരെന്നുള്ള നിലയിൽ നമ്മൾ ഇപ്പോൾ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഈ ലോകത്തിൽ ആക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന, താമസം വിനാ മടങ്ങി വരുന്ന ആ കർത്താവിനെ ഉയർത്തുക എന്നത് മാത്രമാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം. അത് ഉപദേശത്തിലൂടെയോ പ്രസംഗങ്ങളിലൂടെയോ വ്യക്തിപരമായ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുന്നതിലൂടെയോ നമുക്ക് ചെയ്യണം. അതിന് നമുക്ക് അധികം ധൈര്യം വേണം. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പേടിയാണ്, മടിയാണ്, ലജ്ജയാണ്. ഇതെല്ലാം മാറി നമ്മൾ ധൈര്യത്തോടെ യേശു രക്ഷിതാവാണ്, യേശു ഇന്നും ജീവിക്കുന്നവനാണ്, യേശു സൗഖ്യമാക്കുന്നവനാണ്, യേശുവിനെ കുറിച്ച് ചുറ്റുപാടും സഹപാഠികളോട്, ജോലി സ്ഥലത്തൊക്കെ ഒരു വ്യക്തിയോടെങ്കിലും സാക്ഷ്യം പറയാനായിട്ട് നമുക്ക് കഴിയണം. അത് മാത്രമല്ല, ധൈര്യത്തോടെ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന, അധികം ധൈര്യത്തിനും അധികം കൃപയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി നാം മാറണം. നൽകാനുള്ള കൃപ ലഭിച്ചവരായി നാം മാറണം. അങ്ങനെ നമ്മിലൂടെ അനേകർ ക്രിസ്തുവിനെ അറിയാൻ ഇടയാകണം. അങ്ങനെ നിങ്ങളുടെ സാക്ഷ്യത്തിലൂടെ നിങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ, ഒരു കുടുംബമെങ്കിലും, ഒരു സ്നേഹിതനെങ്കിലും, ഒരു സഹപാഠിയെങ്കിലും, ഒരു സഹപ്രവർത്തകരെങ്കിലും വരും ദിവസങ്ങൾ ഈ ആലയത്തിൽ പ്രാർത്ഥനയ്ക്ക് വരണം. അങ്ങനെ നാം എണ്ണത്തിൽ പെരുകണം. നാം വിശ്വാസത്തിൽ വളരുമ്പോൾ തീർച്ചയായും എണ്ണത്തിൽ പെരുകാതിരിക്കത്തില്ല, ആളുകൾ വരാതിരിക്കത്തില്ല. ലെറ്റ് ദാറ്റ് ഹാപ്പൻ ഇൻ ദ ഡേയ്സ് ടു കം. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവേ, അതിനായിട്ട് എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, അതിനായി എന്നെ ഉപയോഗിക്കണമേ. വാസ്തവമായും അങ്ങയാൽ സ്വാധീനിക്കപ്പെട്ട ഒരു വ്യക്തിയായി ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. ദൈവം നിങ്ങളോട് ഏതെങ്കിലും ഒരു വിഷയമെങ്കിലും ഇന്ന് ഇടപെട്ടുവെങ്കിൽ നിങ്ങൾ അതിന് മുൻപാകെ, ആ തിരിച്ചറിവിന് മുൻപാകെ ഒരു തീരുമാനമെടുക്കണം, സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയോളം ശക്തിയുള്ള അങ്ങയുടെ വചനം ഞങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ വചനമാണ് ഞങ്ങൾ ഇത്രത്തോളം രൂപാന്തരപ്പെടുത്തിയത്. ഞങ്ങൾ ഈ വചനം അധികം രൂപാന്തരപ്പെടുത്തണമേ. ഇന്ന് കേട്ട ഈ സന്ദേശം കേൾവിക്കാരായ ഞങ്ങളുടെ ദാസിദാസന്മാരിൽ വലിയ മാറ്റം ഉളവാക്കട്ടെ. ചില ചലനങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവേ, അങ്ങേക്ക് വേണ്ടി ധീരമായി സാക്ഷ്യം പറയുന്നവരാക്കി അവരെ മാറ്റണമേ. അതിധൈര്യത്തോടെ അങ്ങേ വിശ്വാസത്തിന് വേണ്ടി പൊരുതുന്നവരാക്കി അങ്ങനെ ജനത്തെ മാറ്റണമേ. പ്രാർത്ഥനയിൽ മുന്നേറുവാൻ അത് ഇടയാക്കണമേ.
നൽകാനുള്ള കൃപയുള്ളവരാക്കിയത് ഞങ്ങളെ തീർക്കണമേ കർത്താവെ. അങ്ങനെ ഞങ്ങൾ നിമിത്തം ക്രിസ്തുവിനാൽ അനേകർ സ്വാധീനിക്കപ്പെട്ടിട്ട് ഈ സഭ നിറയട്ടെ, ഈ സഭ എണ്ണത്തിൽ പെരുകട്ടെ, വിശ്വാസത്തിൽ വളരട്ടെ കർത്താവെ. ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. അവരെല്ലാം ക്രിസ്തുവിന് വേണ്ടി വലിയ സ്വാധീനമായി നിലകൊള്ളുവാൻ അവരെ സഹായിക്കണമേ. ഞങ്ങളുടെ ദാസൻ അജിത്തിനായി, സ്നേഹിക്കായി, കുഞ്ഞിനായി, ആ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ ഏൽപ്പിച്ച് ഈ വലിയ ദൗത്യം, അവരുടെ ശുശ്രൂഷ കാലഘട്ടം സഭയുടെ വളർച്ചയുടെ കാലഘട്ടമാകട്ടെ. ഈ ദേശത്ത് അനേകർ ക്രിസ്തുവിനെ അറിയാൻ അത് കാരണമായി തീരട്ടെ കർത്താവെ. അതിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടതിന് വളരെ നന്ദി. ലഭിച്ച അവസരത്തിന് നന്ദി. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകളെ കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ കഴിഞ്ഞ 2-3 സെഷനുകളിലൊക്കെ ആയി ശാന്തമായിട്ട്, അതോടൊപ്പം തന്നെ നല്ല ആഴത്തിലുള്ള, അതായത് നമ്മുടെ കോർ ബീയിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ദൈവത്തിൻ്റെ ആലോചനകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കതിന് ആ ആലോചനയ്ക്ക് ചെവി കൊടുക്കാം. ഞാൻ നമ്മുടെ കർത്താവ് സത്യം പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റിനെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ നിലവുകളെ മാറ്റുന്നതിലാണ് കൂടുതൽ തൽപരനായിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള വചനങ്ങളാണ് ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ മൈൻഡ് സെറ്റ് മാറണം, നാം കൂടുതൽ വിശ്വാസത്തിൽ ബലപ്പെടണം. കേട്ട വചനങ്ങൾ ഞാനൊന്നും പറയേണ്ടതായിട്ടില്ല. നല്ല വ്യക്തമായിട്ട് സാവധാനത്തിൽ കർത്താവിൻ്റെ ദാസൻ അത് നമ്മോട് പറയുമായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും എടുത്തിട്ടുണ്ട്. കർത്താവ്, ഞാനത് പോയിട്ട് തീർച്ചയായിട്ടും ധ്യാനിക്കും. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസനെ ഓർത്തും പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. തനിക്ക് തിരക്കേറിയ ശുശ്രൂഷകൾ ബൈബിൾ കോളേജുമായിട്ടുള്ള ബന്ധത്തിലുണ്ട്. എങ്കിലും ഇതുപോലുള്ള കിട്ടുന്ന അവസരങ്ങൾ നോർത്ത് ഇന്ത്യൻ മിഷൻ ഫീൽഡിലൊക്കെ സഞ്ചരിച്ച് കർത്താവിൻ്റെ വചനം അറിയിക്കുകയും ബൈബിൾ കോളേജിലെ ഗ്രാജുവേറ്റ്സിനെ, പ്രീവിയസ് ഇയേഴ്സിലെ ഗ്രാജുവേറ്റ്സിനെ ഇതുപോലെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു. യാത്രകളെ ഓർത്ത് പ്രാർത്ഥിക്കും. എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റേറ്റുകളിലും, നോർത്തിൻ്റെ എല്ലാ സ്റ്റേറ്റുകളിലും ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു ഗ്രാജുവേറ്റെങ്കിലും ഉണ്ട്. ഇപ്പോഴും ഇതിന് ശേഷം പഞ്ചാബിലേക്ക് പോകുന്നു. അതിനുശേഷം ആസാം, പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ദൈവവേല ചെയ്യുന്നു. ധൃതിയേറിയ ദൈവവേലയിൽ ആയിരിക്കുന്നു. യാത്രകളെ കർത്താവ് സഹായിക്കട്ടെ. എവിടെയൊക്കെ ദൈവജനമായി എഴുന്നേറ്റ് നിന്നാലും ശക്തമേറിയ നിലയിൽ ജനത്തോട് സംസാരിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഉപയോഗിക്കട്ടെ. നാട്ടിലും ധൃതിയേറിയ ദൈവവേലയിലായിരിക്കുന്നു. ബൈബിൾ കോളേജിലുള്ള ബന്ധത്തിൽ, അതുപോലെ തന്നെ പവർ വിഷനിൽ നിങ്ങൾ ഒരുപക്ഷെ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും പ്രഭാതവന്ദനം എന്ന് പറയുന്നൊരു പ്രോഗ്രാമിന്. അതുപോലെ പല ശുശ്രൂഷകളിലും തിരക്കേറിയ ശുശ്രൂഷകളിലായിരിക്കുന്നു. ദൈവമെല്ലാം ശക്തമേറിയ നിലയിൽ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് സഭയായി നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. കേൾപ്പിച്ച ദൈവാലോചനയ്ക്ക് മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ ദാസനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇന്നത്തെ സഭായോഗം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കി തീർത്തിയതിനായി സ്തോത്രം. ദൈവമേ, ഇന്ന് പകലിൽ ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചാരംഭിച്ചത് മുതൽ വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ അയച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വന്നപ്പോൾ നമ്മിൽ പലരും ഹല്ലേലൂയ വ്യാകുല ചിന്തകളാൽ ഉലയുന്ന വിശ്വാസത്തോടു കൂടെയാണ് ഇന്ന് പകലിൽ നാം ഇവിടെ കടന്നു വന്നത്. പക്ഷെ നമ്മെ ബലപ്പെടുത്തിയതിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നമ്മെ സൗഖ്യമാക്കിയതിനാൽ, നമ്മിൽ പുതിയൊരു പ്രചോദനം ഈ പകലിൽ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ദൈവമേങ്ങളുടെ ദാസനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ശക്തമേറിയ നിലയിൽ അങ്ങയുടെ ആലോചന സഭയോട് അറിയിപ്പാൻ അങ്ങ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ നീണ്ട ഒരു മിഷൻ ട്രിപ്പിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എവിടെയൊക്കെ ദൈവവചനമായി കർത്താവിൻ്റെ ദാസൻ എഴുന്നേറ്റ് നിൽക്കുന്നു, അവിടെയൊക്കെയും ശക്തമേറിയ നിലയിൽ ദൈവമോടൊന്ന് ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അനേകരുടെ പ്രചോദനത്തിനായി ദൈവമോടൊന്ന് പിന്നെയും ശക്തമേറിയ നിലയിൽ ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഈ തിരക്കേറിയ ശുശ്രൂഷയിലും യാത്രയിലും ശത്രു ഒരു നിലകളിലും കർത്താവിൻ്റെ ദാസന്റെ മേൽ ദൃഷ്ടി വയ്ക്കാതെ ദൈവമോടൊന്ന് സംരക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, അങ്ങയുടെ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കടന്നു ഞങ്ങളുടെ മക്കളെ ഈ പകലിൽ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കടന്നു വരുവാൻ കഴിയാതെ വിവിധ സാഹചര്യങ്ങളിലൂടെ വിവിധ കാരണങ്ങളാൽ ഭവനത്തിലായിരിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാട്ടിലായിരിക്കുന്ന ദൈവമക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരെയും ദൈവം സഹായിക്കണം, ഒരുമിച്ച് അനുഗ്രഹിക്കണം. ഈ ഒരാഴ്ച വട്ടക്കാലം ജയജീവിതം നയിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്നതിനായി സ്തോത്രം. ഏതൊക്കെ അവസരം കർത്താവിനെ ടെസ്റ്റിഫൈ ചെയ്യാൻ ലഭിക്കുന്നു, അതൊക്കെയും വിവേകത്തോടെ ഉപയോഗിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കും.
ദൈവമേ, തുടർന്നുള്ള സമയവും ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അങ്ങയുടെ വിട്ടുപിരിയാത്ത സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കും. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ആശുപത്രി വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കാവലും കൂട്ടായ്മയും നാം എല്ലാവരോടും, പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും ഇന്നു മുതൽ എന്നേക്കും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ജയന്തം ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ, വേഗം വരണമേ. കർത്താവിൻ്റെ ദാസന് 1 മണിക്ക് തിരിച്ച് പഞ്ചാബിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. കുറച്ച് വേറെ ദേവദാസന്മാരും മറ്റൊരു സഭയിലുണ്ട്, അവിടെ എത്തിപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ച യോഗം അവസാനിപ്പിച്ചത്. നാം ഒരുമിച്ച്